ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ഈ സൂം പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും, എൻ്റെ വൈറ്റോറിയം ഫാമിലിയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ നല്ലൊരു ദിവസം നമുക്ക് നൽകിയ സർവേശ്വരനോട് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. താങ്ക് യു ഓൾ. ആദ്യമായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുജാമോൾ. ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ വൈറ്റോറിയം ഫാമിലിയിലേക്ക് വന്നിട്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും റിസൾട്ടിലൂടെയാണ് ഞാൻ ഈ വൈറ്റോറിയം ഫാമിലിയിലേക്ക് കടന്നു വരുന്നത്. ഇതിൽ നിന്ന് നല്ല അച്ചീവ്മെന്റുകൾ എടുക്കാൻ എനിക്കും എൻ്റെ ഫാമിലിക്കും സാധിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഇന്ന് വളരെയധികം സന്തോഷത്തോടെ ഒരു ടീമിനെ, ആലപ്പുഴയിൽ ഒരു ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ ഫ്യൂച്ചർ ഓഫ് MLM ആൻഡ് ഇ-വൈറ്റോറിയം, ആ വിഷയത്തെ കുറിച്ച് നമ്മളോട് കൈകാര്യം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ എല്ലാം മോട്ടിവേറ്ററും ഗ്രേറ്റ് ലീഡറും നമുക്കൊക്കെ പ്രിയങ്കരനായ 10 മാസം കൊണ്ട് 1 കോടിയിലധികം സമ്പാദിക്കുകയും ഇപ്പോ 4.5 കോടിക്ക് മേൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, നമുക്കൊക്കെ വഴികാട്ടിയായിരിക്കുന്ന നമ്മുടെ മോട്ടിവേറ്ററും ഗ്രേറ്റ് ലീഡറുമായ മനോജ് സാറാണ്. നമുക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തെ ഈ സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം മനോജ് സർ. ഓക്കെ, താങ്ക് യു സുജാമ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുക. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി കേരള വൈറ്റോറിയം കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്കറിയാം, വൈറ്റോറിയം നെഞ്ചിലേറ്റി വിജയിക്കണം എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ളൂ. ഇതിലൂടെ ഒരു വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്തണം, വലിയ സക്സസിലേക്ക് എത്തണം, ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കണം. കളിയാക്കിയവരുടെയും തോൽപ്പിച്ചവരുടെയും ഒക്കെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആവേശവുമായിട്ടാണ് ഈ കൊച്ചു എളുപ്പാങ്കാലത്ത് നല്ല മനസ്സുമായിട്ട് എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളും സഹോദരങ്ങളും സഹോദരിമാരും ഈ പ്രോഗ്രാമിലേക്ക് എത്തുന്നത്. ആ രീതിയിലേക്ക് നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അതിവേഗത്തിൽ ബഹുദൂരം എന്ന് പറഞ്ഞാൽ, അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മുഖ്യമന്ത്രിയുടെ ആ ഡയലോഗ് കടമെടുത്തു കഴിഞ്ഞാൽ, അതിവേഗത്തിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും അതെല്ലാം ചെയ്തുകൊണ്ട് മുന്നേറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക. ഇന്നത്തെ സബ്ജക്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്താണ്? ഫ്യൂച്ചർ ഓഫ് ഡയറക്ട് സെല്ലിംഗ്, അല്ലെ? നമ്മളിപ്പോ ഈ ചെയ്യുന്ന ബിസിനസ്സിന് എന്തെങ്കിലും ഫ്യൂച്ചർ ഉള്ള ബിസിനസ് ആണോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ, സാധ്യതയുണ്ടോ? അത് ഇ-വൈറ്റോറിയമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിനെന്താണ് സാധ്യത ഇ-വൈറ്റോറിയത്തിന്? ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ കുറച്ച് സമയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഫ്യൂച്ചർ ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ, ഡയറക്ട് സെല്ലിംഗ് എന്ന് കേട്ടാൽ തന്നെ ആളുകളെ കളിയാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, അല്ലെ? നമ്മൾ എത്ര നല്ല പ്രൊഡക്റ്റ് ആണ്, എത്ര നല്ല ഇൻകം പ്ലാൻ ആണ്, എല്ലാം പറഞ്ഞാലും പറയും നിനക്കും വേറെ പണിയൊന്നുമില്ലേ, നീയും ഇതിനകത്ത് പെട്ടുപോയോ, പണി ചെയ്യുന്നല്ലേ, ആളെ പറ്റിക്കുന്ന പരിപാടിയല്ലേ, നിനക്ക് പറ്റിയതാണോ ഇത്, നിന്റെ സ്റ്റാൻഡേർഡിന് മോശമല്ലേ എന്ന് പറയുന്ന രീതിയിലേക്ക് ആളുകൾ നമ്മളെ കളിയാക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലൂടെയാണ് സുഹൃത്തുക്കളെ നമ്മളിങ്ങനെ നീന്തി തുടിക്കുന്നത് വലിയ ലക്ഷ്യവുമായിട്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഫ്യൂച്ചർ ഉണ്ടോ ഈ സംഭവത്തിന്? ഇത് വളരെ സാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ വേണ്ടി സാധിക്കും. പഠനങ്ങളെല്ലാം തന്നെ പറയുന്നു, വേൾഡ് വൈഡ് ആയിട്ടുള്ള പഠനങ്ങൾ, ഇന്ത്യയിലാണെങ്കിൽ KPMGയുടെയും ഫിക്കിയുടെയും ഒക്കെ പഠന റിപ്പോർട്ടുകൾ പറയുന്നത് വെച്ചാൽ അടുത്ത വരുമാന മാർഗം പ്രത്യേകിച്ച് ഗവൺമെന്റിനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരം കിട്ടുന്ന മേഖലയും ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഇവിടെ കണ്ണടച്ചുകൊണ്ട് ഒരു ഇലീഗൽ ആക്ടിവിറ്റീസ് എന്നുള്ള നിലയിലാണ് ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചു തരുന്നതെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട്, അല്ലെ, ഇന്ത്യൻ പാർലമെന്റിൽ നിയമം പാസാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മോണിറ്ററിംഗ് മെക്കാനിസം പോലുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊരു ലീഗൽ ബിസിനസ് ആണ്, ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് യൂണിയനുകൾ ഇന്ന് ഈ രംഗത്തേക്ക് കടന്നു വരികയും ഡയറക്ട് സെല്ലിംഗിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ യൂണിയനുകളും അവരവരുടേതായ
പ്രാതിനിധ്യവും സാന്നിധ്യവും അവിടെ അറിയിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിനും അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും കടന്നു വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും ഗ്രോത്ത് കാണിക്കുന്ന, ഏറ്റവും വിജയ സാധ്യതയുള്ള ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനായി മാറാൻ വേണ്ടി സാധിക്കുന്ന, നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ ജനങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുമ്പോഴാണ്. അല്ലാണ്ട് കുറച്ച് ആളുകളുടെ അംബാനിയുടെയും അദാനിയുടെയും ടാറ്റയുടെയും ബിർളയുടെയും ഗോയങ്കയുടെയും പഴയ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള കുറച്ച് ആളുകൾ മാത്രം പോരാ. ഇവിടെ നമ്മളെ പോലുള്ള സാധാരണക്കാരന്റെയും പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുമ്പോഴാണ് ഒരു രാജ്യം സമ്പൽ സമൃദ്ധിയിലേക്ക് നീങ്ങുന്നത്. അതിന് പറ്റിയ ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് ഗവൺമെന്റുകൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്ന മേഖല ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് നമുക്ക് വലിയ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഗവൺമെന്റുകൾ കൊണ്ടുവന്നതും അതനുസരിച്ച് നമുക്ക് ഇന്ന് ഇത് ഏറ്റെടുത്തിട്ട് ഒരു ഭാവിയിലത്തെ ഒരു ബിസിനസ്, ഒരു കരിയറായിട്ട് ഇത് നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു കരിയറായിട്ട് ഇതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഈ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, പഴയ കാലത്ത് നമ്മളൊരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നില്ലേ. ചക്ക കൊടുത്തു തേങ്ങ വാങ്ങുന്നു, തേങ്ങ കൊടുത്ത് അരി വാങ്ങുന്നു, അരി കൊടുത്ത് ഓരോ സാധനങ്ങളും കൈമാറുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ സമൂഹം വളർന്നു വന്നത്. പിന്നീടാണ് നാണയങ്ങളൊക്കെ വരുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നീടാണ് നാണയങ്ങൾ വരുന്നത്. ഈ നാണയങ്ങൾ വന്നപ്പോ അത് വലിയ ഭാരമായി ചാക്കിലൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്ന നാണയങ്ങൾ. പഴയ കാലത്ത് തോട്ടമുക്കാലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, തെലിമുക്കൊക്കെ അറിയാൻ പറ്റും പണ്ടത്തെ ആളുകൾക്ക്. ചെറിയ ചെറിയ നാണയങ്ങളായിരുന്നു അത്. അതൊക്കെ എടുത്ത് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരപ്പെട്ടാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷമാണ് എന്ത് വരുന്നത്, ബാങ്കുകളൊക്കെ വരുന്നത്. പിന്നെയാണ് ബാങ്കൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയത്. ഭരണകാലത്ത് ഇതൊക്കെ വരുന്നത്. പിന്നെ ബാങ്കുകൾ വരാൻ തുടങ്ങി. ബാങ്കുകൾ വന്നപ്പോൾ ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ പണം ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചാൽ ബാങ്ക് പൂട്ടിപ്പോയാൽ പണം നഷ്ടപ്പെടില്ലേ എന്നുള്ള ഒരു ചിന്താഗതി അന്ന് പലർക്കും സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ മെല്ലെയാണ് ആളുകൾ ബാങ്കിലേക്ക് വരാൻ തുടങ്ങിയത് അല്ലെ. ബാങ്ക് വന്നതിനോട് കൂടിയിട്ട് ഈ നാണയങ്ങളൊക്കെ മാറ്റി കറൻസികളാക്കാൻ വേണ്ടി തുടങ്ങി. കൊണ്ടു നടക്കാൻ എളുപ്പം, നോട്ടുകളാകുമ്പോൾ കൊണ്ടു നടക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ് ഓരോ കാലത്തിന്റെ സിസ്റ്റം. ഞാൻ ഈ പറയുന്നത് കടലാസ് നോട്ടുകൾ വരാൻ തുടങ്ങി. കടലാസ് നോട്ടുകൾ വന്ന് എത്ര കോടി രൂപ നിങ്ങളുടെ ബാങ്കിലുണ്ടെങ്കിലും ബാങ്കിന് ഒരു വർക്കിംഗ് ടൈം ഉണ്ട്. 10 to 5 ആണ്. 5 മണി കഴിഞ്ഞാൽ 1 രൂപ പോലും അതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്ത് എമർജൻസി ഹോസ്പിറ്റൽ കേസ് വന്നാലും നമുക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് ATMകൾ വരാൻ തുടങ്ങി അല്ലേ. ATM വന്നപ്പോൾ നമുക്കറിയാം ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ക്യാഷ് പിൻവലിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു. അവിടെ ലിമിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അതും മാറി നമുക്ക് ഓൺലൈൻ ബാങ്കിങ് ആണ്. ഇപ്പൊ ഒരാളും ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. അതാണ്, എല്ലാം ഓൺലൈനാണ്. എത്ര കോടി രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെ, എടുക്കാനും എന്ത് വേണമെങ്കിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പോലും നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സാധിക്കുന്ന ഗൂഗിൾ പേ അതുപോലെ ഫോൺ പേ സിസ്റ്റങ്ങളും ഓൺലൈൻ ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ വന്നപ്പോ അത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ചിന്തിക്കാത്ത വളർച്ചയാണ് ഓരോ രംഗത്തും നമ്മുടെ സമൂഹത്തില് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ വരുമ്പോൾ ആളുകളെല്ലാം ഇതായിരുന്നു അല്ലെ, ഈ ഓൺലൈൻ ബാങ്കിങ് ഒക്കെ വരിക. ഇനി ക്യാഷ് കൊടുക്കാതെ ഓരോ സാധനങ്ങൾ നമ്മൾ ക്യാഷേ ഇപ്പൊ ഇല്ല, ആരുടെ കയ്യിലും ക്യാഷ് ഇല്ല. ക്യാഷ് എടുത്ത് നടക്കുന്ന ഒരു സ്വഭാവമേ ഇല്ല ആളുകള്. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്ത് വേണ്ട, ക്യാഷ് ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ബോംബെ ഓഫീസിലൊക്കെ 1 രൂപ പോലും കൊണ്ടുപോകാറില്ല. കാരണം എല്ലാം നമുക്ക് എന്ത് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. ഭക്ഷണം വാങ്ങുന്നിടത്ത് പോലും പഴം വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങി അവിടെയും സ്കാനർ വെച്ചിട്ടുണ്ട് അല്ലെ. ആ രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ സകല സമസ്ത മേഖലകളിലും മാറ്റങ്ങൾ വന്നു. അതേപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ അല്ലെ, പഴയ സ്ഥലങ്ങളിലാണെങ്കിൽ ചെറിയ ചെറിയ കടകളായിരുന്നു. ആ കടകൾ മാറി ഇന്ന് വലിയ വലിയ മാളുകളിലേക്ക് വന്നു. ഇന്നിപ്പോ മാളുകളിലും ആള് പോകാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൺലൈൻ പർച്ചേസ്, എല്ലാ രംഗങ്ങളിലും ഓൺലൈൻ പർച്ചേസ്. വീട്ടിലിരുന്ന് കൊണ്ട് ഓർഡർ ചെയ്യുക. പിള്ളേരോട് ഒരു സാധനം മേടിച്ചിട്ട് വരാൻ പറഞ്ഞാൽ അവരപ്പം തന്നെ മൊബൈൽ എടുത്തിട്ട് എന്ത് ചെയ്യാ ചെയ്യുന്നത്, അവർ ഓർഡർ കൊടുക്കുകയാണ്. അവർ കടയിൽ പോകില്ല, മൊബൈൽ എടുത്തിട്ട് ഓർഡർ കൊടുക്കുകയാണ്. അപ്പൊ അവിടെ വീട്ടിലേക്ക് സപ്ലൈ വരികയാണ് സാധനങ്ങൾ അല്ലെ. അതിന് ചെറിയ ഡിസ്കൗണ്ട് കിട്ടുന്നു. 100 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ ഇന്ന സാധനത്തിന് 1 രൂപ കൊടുത്താൽ മതി. പുതിയ ഇൻസ്റ്റാമാർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു അല്ലെ. ഒരു 200 രൂപയുടെ സാധനം മേടിച്ചാൽ 1 കിലോ പഞ്ചസാരക്ക് 1 രൂപ കൊടുത്താൽ മതി, അല്ലെങ്കിൽ തക്കാളിക്ക് 1 രൂപ കൊടുത്താൽ മതി. ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതികള് എല്ലാ മാർക്കറ്റിംഗ് രംഗത്തേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കടകൾ പൂട്ടിയതായിട്ട് നമുക്ക് പലതും കാണാൻ വേണ്ടി സാധിക്കും, ഇല്ലേ? ഒത്തിരി കടകൾ അടച്ചു പോകുന്നു. അങ്ങനെയുള്ള ചെറുകിട കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ഇങ്ങനെ പല മാറ്റങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ, അതാണ് ഈ വലിയ കടകളും സ്ഥാപനങ്ങളും മാളുകളും ഒക്കെ തുടങ്ങണമെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ, അല്ലെ, ചെറിയൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട്, നമുക്ക് പറ്റുന്ന എമൗണ്ടിനുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് വലിയൊരു ബിസിനസ് സംരംഭത്തിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്തില്ല, റിസ്ക് കുറവാണ്. മറ്റേതാണെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. ഡയറക്ട് സെല്ലിംഗ് അല്ല, മറ്റേ ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ റിസ്ക് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നമുക്ക് അതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാകണം. അതേപോലെ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും, ഇല്ലേ? നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഒരു ബേക്കറിയാണ് തുടങ്ങുന്നതെങ്കിൽ കച്ചവടം കിട്ടുമ്പോൾ തൊട്ടടുത്ത് തന്നെ അടുത്ത ബേക്കറി വരും, ഇല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് ആ ബേക്കറി ഉണ്ടാവില്ല, ഈ ബേക്കറി ഉണ്ടാവില്ല, രണ്ട് ബേക്കറിയും പൂട്ടുകയാണ്, പരസ്പരം മത്സരിച്ചുകൊണ്ട് രണ്ടുപേർക്കും കച്ചവടം ഇല്ലാത്ത സാഹചര്യം വരും. അപ്പൊ അവിടെ മത്സരം ഉണ്ടാകുന്നു, കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു, ഇൻവെസ്റ്റ്മെന്റ് വേണം. അതേപോലെ തന്നെ പല പ്രയാസങ്ങളുണ്ട് ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ. അതുപോലെ തന്നെ ഗവൺമെന്റ് പരമായിട്ടുള്ള ലൈസൻസ് കാര്യങ്ങൾ, സ്റ്റാഫിനുള്ള ശമ്പളം, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇങ്ങനെ എന്തെല്ലാം നൂലാമാലകൾ നമുക്ക് ചെയ്യാനുണ്ട്, അല്ലെ? ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുകയും ആ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ, അതിന്റെ ഗുണങ്ങൾ, അതിന്റെ നേട്ടങ്ങൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. അവിടെയും ഇവിടെയും നടക്കുന്ന പ്രോസസ്സ് എല്ലാം ഒന്ന് തന്നെയാണ്. ഡയറക്ട് സെല്ലിങ്ങിലൂടെ നമ്മൾ ഒരു 100 രൂപയുടെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഒരു 30 അല്ലെങ്കിൽ 30 രൂപ മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഒരു കസ്റ്റമർക്ക് കിട്ടുന്നത് 100 രൂപക്കായിരിക്കും. ബാക്കി വരുന്ന 70 രൂപ പല ചാനലുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്, അല്ലെ? അതിന്റെ പരസ്യത്തിന് വേണ്ടുന്ന സെലിബ്രിറ്റീസ് മുതൽ ഇങ്ങോട്ട്, അത് പരസ്യം ചെയ്യുന്ന, അല്ലെ, വാർത്താ ചാനൽ മുതൽ ഇങ്ങോട്ട്, അതിന്റെ CNF ഏജന്റ് മുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുതൽ, അല്ലെ, ഹോൾസെയിൽ ഏജന്റ് വരെയുള്ള ആളുകൾക്ക്, കുറച്ച് വ്യക്തികളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുമ്പോൾ അതേ പ്രോസസ് തന്നെയാണ് ഡയറക്ട് സെല്ലിങ്ങിലും നടക്കുന്നത്. 30% കോസ്റ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് 100%, 100 രൂപക്ക് 30ന്റെ സാധനം 100 രൂപക്ക് വിൽക്കുമ്പോൾ ബാക്കി വരുന്ന 70% രൂപ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ 70% നമ്മളെ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ പരസ്യമില്ല, പരസ്യക്കാർക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, ചാനലുകൾക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഈ പരസ്യത്തിന് വരുന്ന സെലിബ്രിറ്റീസിന് കോടാനുകോടികൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ എമൗണ്ട് അല്ല, അതുപോലെ തന്നെ CNF ഏജന്റ് ഇല്ല, അല്ലെ, ഹോൾസെയിൽ ഏജന്റ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് കമ്പനി പ്ലസ് കമ്പനിയിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ വരുന്ന 70% നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നെഞ്ചിലേറ്റി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ള ഒരു നഗ്നമായ സത്യം ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയും നടക്കുന്ന അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അല്ലാണ്ട് ഇവിടെ പോകുമ്പോൾ കോടികൾ കിട്ടുന്നത് ഇതെന്തോ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്, ഇതെന്തോ ഒരു ഉടായിപ്പാണ് എന്നുള്ള ഒരു ചിന്തയാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത്. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യം നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡയറക്ട് സെല്ലിങ്ങിന് വളരെ സാധ്യതയുണ്ട്. കാരണം ഇനി പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുന്ന നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും, AI കടന്നുകയറ്റപ്പോൾ തുടങ്ങിയത് എല്ലായിടത്തും AI ആണ്. ഇപ്പൊ നമ്മുടെ മൊബൈലിലൊക്കെ AI ആണ്. AI ചോദിച്ചാൽ എല്ലാം കിട്ടും, നമുക്ക് കൃത്യമായിട്ട് കിട്ടും. AI കടന്നു വന്നതോടുകൂടി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നല്ലൊരു ജോലി എന്നുള്ള രീതിയിലേക്കാണ് കുട്ടികളെ നമ്മൾ വാർത്തെടുക്കുന്നത്. അതിന് പറ്റിയ സ്കൂളുകളിലേക്കാണ് നമ്മൾ കൊണ്ട് ചേർക്കുന്നത്, അല്ലെ? അപ്പൊ ആരും ചെറിയ സ്കൂളിലോ ഗവൺമെന്റ് സ്കൂളിലൊന്നും ആരും കുട്ടികളെ ചേർക്കുന്നില്ല. ആ കുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. അപ്പൊ ആ കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലക്ഷ്യം അവരെ വൈറ്റ് കോളർ ജോബിലേക്ക് എത്തിക്കുകയാണ്. ഒന്നുകിൽ ഡോക്ടർ, അല്ലെങ്കിൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അല്ലെ, ഇങ്ങനെ വലിയൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിച്ചുകൊണ്ട് നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലരും ശ്രമിക്കുന്നത്. അപ്പൊ ഇന്ന് ജോലിയെ കുറിച്ച് നോക്കുമ്പോൾ AI കടന്നുകയറ്റത്തോട് കൂടിയിട്ട് ജോലി സാധ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വർഷം നമ്മുടെ രാജ്യത്ത് എത്രയെത്ര എഞ്ചിനീയേഴ്സ് ആണ് പുറത്തേക്ക് വരുന്നത്, അല്ലെ? രാജ്യത്തിന്റെ മൊത്തം കണക്കെടുത്ത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഡോക്ടേഴ്സ് എത്ര പേര് വരുന്നു, നേഴ്സുമാർ എത്ര വരുന്നു, അങ്ങനെ എല്ലാ രംഗത്ത് നോക്കിയാലും ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ, കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഡിഗ്രി കോഴ്സ് അവിടെ നിൽക്കട്ടെ,
അപ്പോൾ ഈ വരുന്ന കുട്ടികൾക്ക് മുഴുവനുള്ള ഒരു ജോലി സാധ്യത നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലില്ല. 145 കോടി ജനങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്ത് അല്ലെ എത്ര പേർക്ക് ജോലി കിട്ടുന്നാണ് പറയുന്നത്? അതിന്റെ ശതമാനം ഡാറ്റാസ് എല്ലാം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓരോ വർഷവും മാക്സിമം പോയി കഴിഞ്ഞാൽ 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ ഈ ജോലിയിലേക്ക് ഒന്നും റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറയും, എല്ലാ മേഖലകളും കൂടി നോക്കുമ്പോൾ. ഇപ്പൊ ജോലി സാധ്യത വളരെ വിരളമാണ്. എയും കൂടെ കടന്നുകയറ്റത്തോടുകൂടി ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വായിച്ചു കാണും, മെറ്റയിൽ നിന്നും ഗൂഗിളിൽ നിന്നും അതുപോലെ തന്നെ ബ്രാൻഡഡ് പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നെല്ലാം നിരവധി ആളുകളെ പിരിച്ചുവിടുന്നു എന്ന് നിങ്ങൾ വായിച്ചു കാണും. നിരവധി ആളുകളെ പിരിച്ചുവിടുകയാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ജോലിക്ക് കയറുകയും അവിടെ നല്ല സാലറി പാക്കേജസ് കിട്ടുകയും ആ സാലറി പാക്കേജസ് കിട്ടുമ്പോൾ അവര് നല്ലൊരു കരിയറായി എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തില്, കരിയറായി എന്നുള്ള ഒരു തോന്നലില് അവര് കാറ് വാങ്ങുകയും ഫ്ലാറ്റുകൾ വാങ്ങുകയും ഒക്കെ ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ജോലി ഇല്ലാതാകുമ്പോൾ തകർന്നു പോകുന്ന എത്രയോ കുടുംബങ്ങളുടെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം ഒരു സുപ്രഭാതത്തിലാണ് ജോലി എന്ന് പിരിച്ചുവിടുന്നത്. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈൽ ആ രീതിയിലേക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയും പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ എത്ര അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഓരോ ദിവസവും എന്നറിയാം. അതേപോലെ തന്നെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക്. ഒരു കാലത്ത് ഇന്ത്യയിലെ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിന്റെ എക്കണോമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നത് ഗൾഫ് രാജ്യങ്ങളായിരുന്നു. ഗൾഫിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇന്നിപ്പോ ഗൾഫിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. അവിടെയും ഇന്നിപ്പോ നമുക്കറിയാം ഈ പശ്ചിമേഷ്യൻ യുദ്ധവും അതുപോലുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവിടെയും എന്താ ഒരു ചോദ്യചിഹ്നമാണുള്ളത്. ആളുകളൊക്കെ തിരിച്ചു വരുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. അതോടൊപ്പം തന്നെ കാനഡ, ഓസ്ട്രേലിയ, UK മുതലായ യൂറോപ്യൻ കൺട്രീസിലേക്കും ഒക്കെ ആളുകൾ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോവുക, പഠിക്കാൻ പോയ കുട്ടികൾ അവിടെ തന്നെ സെറ്റിൽ ആകുക, അവിടെ ജോലി കിട്ടുക, അവിടെ തന്നെ PR കിട്ടുക, അവിടെ ഒരു പെർമനന്റ് റെസിഡൻസ് ആയി മാറുക. ആ രീതിയിലേക്ക് കുറെ ആളുകൾ കുട്ടികൾ ഇവിടുന്ന് പോയി അവിടെയൊക്കെ ചേക്കേറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അവിടെയും അതിനുള്ള അവസരമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ലോൺ എടുത്തുകൊണ്ട് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ പോയി 3 വർഷവും 4 വർഷവും 5 വർഷമൊക്കെ പഠിച്ചു കഴിഞ്ഞ് അവിടെ ചെറുതായിട്ടുള്ള ജോലികളൊക്കെ ചെയ്ത് അവിടെ PR കിട്ടാതെ പലരും തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഇപ്പൊ നിലവിലുണ്ട് നാട്ടില്. അപ്പൊ ഇവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു തൊഴിൽ മേഖലയിൽ വലിയ സ്തംഭനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരവധി കമ്പനികളിൽ നിന്ന് മൾട്ടിനാഷണൽ കമ്പനികൾ ആളെ പിരിച്ചുവിടുന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് മേഖലയിൽ ഇൻഷുറൻസ് ചെയ്യുന്ന പലരും ഇവിടെ ഉണ്ടാവും. ഇൻഷുറൻസ് മേഖലയിൽ പോലും ഈ AI കടന്നുകയറ്റം വളരെ വ്യാപിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നേരിട്ട് ചെല്ലേണ്ട ആവശ്യമില്ല. ഏജന്റുമാരൊന്നും ഇല്ലാതെ നമുക്ക് ഓൺലൈനിൽ പോളിസി ബസാർ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആ പോളിസി ബസാറിൽ കയറി നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. അവിടെ നമുക്ക് പ്രീമിയം കുറവായിരിക്കും. കാരണം ഈ ഏജന്റുമാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ കൂടി കുറച്ചിട്ടാണ് അതിലൂടെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, പോളിസി നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏറ്റവും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഏറ്റവും സെറ്റ് അല്ലെ, അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു പോളിസി ക്ലോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ വീട്ടിലും ഭാര്യക്കും ഭർത്താവും ഏജന്റാണ്. മിക്കവാറും വീട്ടിൽ പോകുമ്പോൾ അവർ ഏജൻസ് ആണ് അവര്. അപ്പൊ അത്രയും ഞാൻ പറഞ്ഞ ഒരു ചെറിയ മേഖലയല്ല, വലിയ മേഖലയാണ്. പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ഇൻഷുറൻസ് ഏജന്റുമാരൊക്കെ. അവിടെ പോലും വെല്ലുവിളികൾ ഉയർത്തുന്ന രീതിയിൽ AI കടന്നുകയറ്റം എല്ലാം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറി ഈ സാഹചര്യത്തിൽ അല്ലെ. ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകർ വേണ്ടാത്തൊരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ തന്നെ നിലവിൽ വന്നു. അത് കുറെ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആശുപത്രികൾ ഡോക്ടേഴ്സിന്റെ എണ്ണം കുറയാൻ വേണ്ടി പോവാണ്, നേഴ്സുമാരുടെ എണ്ണം കുറയാൻ വേണ്ടി പോവാണ്. AI ഉപയോഗിച്ചുകൊണ്ട് ഒരു രോഗിയുടെ രോഗം എന്താണെന്ന് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതിന് പറ്റുന്ന മരുന്നും ചികിത്സയും ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ മോഡേൺ ടെക്നോളജിയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ലക്ഷക്കണക്കിന് ഡോക്ടേഴ്സ് ഇറങ്ങി വരുമ്പോൾ അവരെല്ലാം തന്നെ ഭാവിയിൽ നിരാശരാകേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ ലോകത്തിന്റെ പോക്ക്, ഈ വ്യവസ്ഥയുടെ പോക്ക് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിന്റെ മനോഹാരിതയെ കുറിച്ച് അപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യം വരുള്ളൂ. അതുകൊണ്ട് ഇവിടെ വലിയൊരു മാർക്കറ്റാണ് ഇവിടെ ഒരു 5% പോലും ആളുകൾ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വന്നിട്ടില്ല. 95% അവിടെ ഉണ്ട്. ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക അല്ലെ. ജേക്കബ് കുറെ നാളായി ഇതൊക്കെ കൊണ്ട് നടക്കണം, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, മനസ്സിലായ, എന്നിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പലരും ഉണ്ടാവൂടാ, മനസ്സിലായ. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, വിജയിച്ച് കാണിച്ചു കൊടുക്കുക. ഷാജി റസാഖ് സാർ കുറെ കാലമായി ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്.
അതേ നടപ്പ് തന്നെയാണ് ഇപ്പോഴും. ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞിട്ട് വിധി എഴുതിയിട്ട് നമ്മളെ ഇങ്ങനെ നോക്കി, ചില ആള് മുഖത്ത് നോക്കി ചിരിച്ച് കളിയാക്കും, ചില ആള് കർട്ടന്റെ പിന്നിന്ന് കളിയാക്കും. ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവരെല്ലാം എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ എല്ലാ നദികളും ഇല്ലേ, കബനി നദി ഒഴികെ ബാക്കി എല്ലാ നദികളും അറബിക്കടലിൽ ചേർന്ന് പതിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ കണ്ടോളൂ സുഹൃത്തുക്കളെ, എല്ലാവരും ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വരുന്ന സമയം അതിവിദൂരമല്ല. ഇനി ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിലൂടെ വാങ്ങേണ്ട ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണ് നമ്മുടെ ലോകത്തിന്റെ പോക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ പോക്ക്. അതിൽ ബയോട്ടോറിയത്തിന്റെ പങ്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ അത് ഡയറക്ട് സെല്ലിങ്ങിലൂടെ വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ മേഖല എന്ന് പറയുന്നത് വളരെ അതിപ്രധാനമായ, വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ ഏറ്റവും പ്രധാനം. അതിൽ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം. നമ്മൾ ശരിയായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വഴിതെറ്റി സഞ്ചരിയാൽ ഒരു കാറും കൊണ്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ റൂട്ട് മാറിപ്പോയാൽ ആ ഡ്രൈവർക്കുള്ള വേവലാതി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അത് ഇതിലേ പോയി തിരിച്ചെത്തുന്നില്ലെങ്കിൽ വലിയ വേവലാതിയായിരിക്കും. അതിനകത്ത് ഇരിക്കുന്ന ആൾക്ക് അത്ര വേവലാതി ഉണ്ടാവും. അവർ തമാശയും പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ അതിനകത്ത് ഇരിക്കും അല്ലെ. പക്ഷെ ഡ്രൈവർക്ക്, ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് അറിയാം അതിന്റെ വിഷമം എന്താണെന്ന്. അതുപോലെ ഇപ്പൊ റൂട്ട് തെറ്റിയതല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. യഥാർത്ഥ പാതയിലൂടെയാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ മേഖലയിൽ സഞ്ചരിക്കുന്നത്. ഇവിടെ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് കുറെ പ്രയോറിറ്റീസ് ഉണ്ടാവും അല്ലെ. ഒരു സാധാരണക്കാരന്റെ ലൈഫ്, ഒരു കുട്ടിയെ പഠിപ്പിച്ച ആ കുട്ടിയെ നമ്മൾ ഒരു ജോലിയിലേക്ക് കയറ്റുമ്പോൾ ആ കുട്ടിക്ക് കുറെ പ്രയോറിറ്റീസ് ഉണ്ടാവും. എന്താണ് പ്രയോറിറ്റീസ്? നമ്മളെ സംബന്ധിച്ചോളം, ഒരു മലയാളിയെ സംബന്ധിച്ചോളം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്വന്തമായ ഒരു വീട് എന്നുള്ളതാണ്. ആ ആഗ്രഹമില്ലാത്ത ഒരു മലയാളി ഉണ്ടാവില്ല അല്ലെ. വീട്ടിൽ രണ്ടുപേരേ ഉള്ളൂ അല്ലെ. സുജമോളുടെ വീട്ടിൽ അവർ രണ്ടുപേരേ ഉള്ളൂവെങ്കിൽ സുജമോൾക്ക് എന്താ ആഗ്രഹം? എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവണം. ചേട്ടന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകണം. അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇപ്പൊ സ്വന്തമായിട്ടൊരു വീട് വേണം, അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു കാർ വേണം അല്ലെ. അതേപോലെ തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാകണം, അതേപോലെ തന്നെ നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാകണം, ജീവിതം അടിച്ചു പൊളിക്കണം, ജീവിതം എപ്പോഴും ഒരു മഹോത്സവമാക്കി മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഈ തൊഴിൽ മേഖല, ഇപ്പൊ നിലവിലുള്ള ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് പോകുന്ന ജോലി എടുത്തുകൊണ്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വെറും സ്വപ്നങ്ങളായിട്ട്, വെറും മോഹങ്ങളായിട്ട് മാറും എന്നല്ലാതെ ഇതൊന്നും അച്ചീവ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇന്നത്തെ ഈ തൊഴിൽ മേഖലയിലില്ല. വളരെ കുറച്ച് ആളുകൾക്ക് വൈറ്റ് ജോബ് കിട്ടുന്ന, വൈറ്റ് കോളർ ജോബ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ അപൂർവം ചില ആളുകൾക്കൊക്കെ ഇതൊക്കെ നേടാൻ സാധിച്ചു എന്ന് വരും. എന്നാൽ 95% വരുന്ന അല്ലെ നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വെറും സ്വപ്നങ്ങളായിട്ട് അവശേഷിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രയോറിറ്റി ബേസിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നേടാൻ വേണ്ടി സാധിക്കും. ഒരു വീട് പണിയാനും, നല്ലൊരു കാർ വാങ്ങാനും, നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും, നല്ലൊരു ബാങ്ക് ബാലൻസിനും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വേറെ എന്ത് മേഖലയുണ്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം? അതാണ് ചോദ്യചിഹ്നം അല്ലേ. അവിടെയാണ് നിങ്ങളുടെ ചോദ്യചിഹ്നം, അവിടെയാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ചോദിക്കേണ്ടത് അല്ലെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേടണമെങ്കിൽ എന്ത് മേഖലയിൽ നിങ്ങൾക്ക് പോയാൽ എളുപ്പത്തിൽ നേടാൻ വേണ്ടി സാധിക്കും? പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം തന്നെ ഇച്ചിരി പ്രായമുള്ള ആളുകളാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജീവിതത്തിൽ ഇത്രയും നാള് ജീവിച്ചൊക്കെ പോയിട്ടുണ്ട്, പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ, കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഒരു വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു എന്താ പറയാ വിജയം നമുക്ക് ജീവിതത്തിൽ നേടാൻ വേണ്ടി സാധിച്ചിട്ടില്ല അല്ലെ. നമ്മള് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനുള്ള ഒരു അവസരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഡയറക്ട് സെല്ലിങ്ങിനെ വെല്ലാൻ പറ്റുന്ന ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അല്ലെ. ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വരുന്ന എന്തൊക്കെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞു അല്ലെ. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അല്ലേ. എത്രയെത്ര ആളുകൾ നല്ല അടിപൊളിയായിട്ട് സ്ഫുടം ചെയ്തെടുത്തിരിക്കുന്ന ആളുകളെ. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും മനോഹാരിതയാണത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ്, എത്രയെത്ര ബന്ധങ്ങൾ. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നെ ഇതിനു മുമ്പ് ആരും കാണാത്തവരാണ് അല്ലെ. ഈ ജീവിതത്തിൽ ഇത്രയും വയസ്സായി അല്ലെ. ഈ ജീവിതത്തിനിടയ്ക്ക് നമ്മൾ ഈ ബയോട്ടോറിയത്തിൽ വന്നിട്ട് ഈ പറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള പരിചയമാണ്. അതിനു മുമ്പ് നമ്മൾ ആരും പരിചയമില്ല. ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, പല സ്ഥലത്ത് അടുത്തടുത്ത പ്രദേശങ്ങളിലുള്ളവരായിരുന്നു, കണ്ടിട്ടില്ല. അവിടെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളാണ് നമ്മുടെ രക്തബന്ധത്തെക്കാൾ, കുടുംബ ബന്ധത്തെക്കാൾ അല്ലെ, അടുത്ത ഫാമിലി ബന്ധത്തെക്കാൾ അതിനേക്കാളും വലിയൊരു ബന്ധം, റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ വിജയങ്ങൾ വരുമ്പോൾ അവിടെ റെക്കഗ്നേഷനും അംഗീകാരങ്ങളും അല്ലെ, ആദരവും ലഭിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. വേറൊരു മേഖലയിൽ നമുക്ക് ഇത് കിട്ടില്ല എന്നുള്ളതാണ്.
ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സിന് പോലും അല്ലെ അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അഭിനന്ദിക്കുന്ന നമ്മുടെ ലീഡേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പൊ റെക്കഗ്നേഷൻ എവിടെയും കിട്ടാറില്ല, പലർക്കും ഒരു ആദരവും ബഹുമാനവും എവിടെയും കിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്, കൺഗ്രാജുലേഷൻ എന്ന് എവിടെ എത്ര നല്ലൊരു ഓഫീസിലും എത്ര നന്നായിട്ട് ജോലി ചെയ്താലും ചിലപ്പോഴൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോവായിരിക്കും കൊള്ളാന്നൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് നല്ല റെക്കഗ്നേഷൻ കിട്ടുന്നു. റെക്കഗ്നേഷൻ ഒക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളെ മാനസിക അവസ്ഥ വേറെ ലെവലിലേക്ക് മാറും എന്നുള്ളതാണ്. അതാണ്, അതൊന്നും പണം ഉണ്ടായാൽ കിട്ടുന്നതല്ല റെക്കഗ്നേഷൻ എന്ന് പറയുമ്പോൾ. ആ റെക്കഗ്നേഷൻ കൊടുക്കുമ്പോൾ അത് സമൂഹത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ആദരിക്കപ്പെടുമ്പോൾ അവിടുന്ന് കിട്ടുന്ന അവരുടെ ഒരു മാനസിക ഉയർച്ചയുണ്ട് സുഹൃത്തുക്കളെ, അത് വേറെ ലെവലിലേക്ക് ആ വ്യക്തിത്വത്തെ എത്തിക്കുന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് കിട്ടാൻ വന്നത് വെറും ഡയറക്ട് സെല്ലിങ്ങിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ യാത്ര അല്ലെ, ട്രാവൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ മറ്റൊരു മനോഹാരിത എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ സുജമോളൊക്കെ അവിടെ വീട്ടിൽ ആലപ്പുഴയിൽ അവിടെ ഇങ്ങനെ വല്ല ചെട്ടിയോ കിട്ടിയോ LIC എല്ലൊക്കെ കൂടി അവിടെ നടക്കുന്നതല്ലാതെ ആ ആലപ്പുഴയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ടും. അപ്പൊ ഇപ്പൊ കേരളത്തിൽ മുഴുവൻ ഓടിച്ചാടി പറന്ന് നടക്കാനും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കും. ഇപ്പൊ ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിക്കാനും ഇനി ഇൻ ഫ്യൂച്ചർ നമ്മുടെ കമ്പനി മറ്റു രാജ്യങ്ങളിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ വിദേശത്തേക്ക് പലരും വിളിക്കുന്നുണ്ട്. ഇപ്പൊ വിദേശത്തേക്ക് പോകാനും ഒക്കെ നമുക്ക് സാധിക്കും. പല പല രാജ്യങ്ങൾ സന്ദർശിക്കാനും പല പല സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനും പല ആളുകളായിട്ട് പല സംസ്കാരമുള്ള ആളുകളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചും കൂടെ ലാംഗ്വേജ് കൂടി പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഓൺലൈനിലൂടെ ഇപ്പൊ ലാംഗ്വേജുകൾ പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലോ എപ്പോഴെങ്കിലും നിങ്ങൾ കുറച്ചും കൂടെ ലാംഗ്വേജും കൂടി പഠിച്ചെടുത്താൽ നമുക്ക് എവിടെയും ഇല്ലേ പക്ഷി പറക്കും പോലെ ഇങ്ങനെ പറന്ന് നടക്കാൻ വേണ്ടി സാധിക്കും. ഈ ലാംഗ്വേജ് പ്രോബ്ലംസ് ചെറിയ പ്രോബ്ലമാണ്, വലിയ പ്രോബ്ലമാണ്. അപ്പൊ അതും കൂടി നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് തിളങ്ങാൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിക്ക് അനന്തമായ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. അപ്പൊ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ, ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, ഗവൺമെന്റ് പഠനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിങ്. അതുകൊണ്ട് വരുന്ന ഭാവിയിൽ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഇനി കടന്നു വരാൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇപ്പോഴും ആരെ എതിർത്താലും നമ്മളത് നോക്കേണ്ട കാര്യമില്ല, അതിലേക്ക് വരും, അതിലേക്ക് വന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയറക്ട് സെല്ലിംഗിൽ നിരവധി കമ്പനികൾ പൊട്ടിമുളച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഏത് കമ്പനിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കമ്പനിക്ക് അനുസരിച്ചാണ് നമ്മുടെ ഫ്യൂച്ചർ നിലനിൽക്കുന്നത്. ഒരു കമ്പനിയും മോശം എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഉണ്ടാകുന്ന ഈ ക്രിപ്റ്റോ കറൻസി, അതുപോലെ തന്നെ ട്രേഡിങ്, എന്താണ് നിങ്ങൾ വെറുതെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, പരസ്യം കണ്ടാൽ കാശ് കിട്ടും എന്നൊക്കെ പറയുന്നതൊന്നും ഡയറക്ട് സെല്ലിംഗ് അല്ല എന്നുള്ള കാര്യം ആദ്യം നമ്മൾ തിരിച്ചറിയാം. അത് ഡയറക്ട് സെല്ലിംഗിന്റെ ഡെഫിനിഷനിൽ വരുന്ന കമ്പനികളല്ല. അതെല്ലാം തന്നെ ഇലീഗൽ കമ്പനീസ് ആണ്. അതിന്റെ പിറകെ പോയിട്ട് നിങ്ങളുടെ കാശും സമയവും ബന്ധങ്ങളും നശിപ്പിക്കരുത്. പല അനുഭവങ്ങളുണ്ട്, നിങ്ങൾക്കും ചിലപ്പോൾ അനുഭവം ഉണ്ടാവും. എത്ര കമ്പനികൾ, ഇതുപോലുള്ള കമ്പനികൾ വന്നിട്ട് ആ കമ്പനികളൊന്നും ഇന്ന് ഇവിടെ നിലനിൽക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ RBIയുടെ റൂൾ അനുസരിച്ച് പ്രത്യേകം പറയുന്നുണ്ട്, ആ സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ പണം നിക്ഷേപിക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ ഇതുപോലുള്ള ഓഫർ തരുന്ന കമ്പനികളിൽ പണം നിക്ഷേപിക്കുന്നതും അത് പ്രൊമോട്ട് ചെയ്യുന്നതും ഇലീഗൽ ആക്ടിവിറ്റീസ് ആണ്. അത് ബഡ്സ് ആക്ട് അനുസരിച്ച് നമ്മളും ആ കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് അതല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയാം. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ചത് നമ്മള് കൊടുക്കുന്ന കാശിന് തുല്യമായ പ്രൊഡക്റ്റ് കൊടുത്തിരിക്കണം. അതാണ്. ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് വിലയേക്കാൾ കുറവായിരിക്കണം, കൂടുതൽ വില വാങ്ങിക്കാൻ വേണ്ടി പാടില്ല. അത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാകണം. മനസ്സിലായ? ആ പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് വേണ്ട എന്ന് തോന്നിയാൽ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണം. അത് നമ്മളെ കമ്പനി കൊടുത്തിട്ടുണ്ട്. 7 ദിവസം നമ്മളെ പാക്കേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. 7 ഡേയ്സിനുള്ളിൽ വേണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുത്താൽ അവരുടെ ക്യാഷ് കിട്ടും, അവരുടെ ID ബ്ലോക്ക് ചെയ്യും. അത് എല്ലാ സംവിധാനങ്ങളും ഡയറക്ട് സെല്ലിംഗിൽ ഇങ്ങനെ കുറെ ലീഗൽ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായിരിക്കണം, സ്വന്തമായിട്ട് ഓഫീസ് ഉണ്ടായിരിക്കണം, കമ്പനിക്ക് ഇത്ര അസറ്റ് ഉണ്ടായിരിക്കണം, ഈ മുതലായ കാര്യങ്ങളെ കുറിച്ചെല്ലാം അതിനകത്ത് പറയുന്നത്. അങ്ങനെ വരുന്ന കമ്പനികൾ ചെയ്യുന്ന ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കമ്പനികളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാണ്ട് ടോക്കൺ ഉണ്ട്, ആ ടോക്കൺ വളരുമ്പോൾ അത് കോയിൻ ആകുമ്പോൾ ഇത്ര കോടിയാവും അല്ലെ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതിലേക്ക് പോയി പെടരുത് എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് കോയിനും ഒക്കെ വാങ്ങണമെങ്കിൽ അതിന് സിസ്റ്റം ഉണ്ട്. അത് വാങ്ങാം, സൂക്ഷിക്കാം, അത് വളരും, വിൽക്കാം, കുറയുമ്പോൾ നഷ്ടവും സംഭവിക്കാം. അതിനെല്ലാം എക്സ്ചേഞ്ചുകളുണ്ട്, അത് സൂക്ഷിച്ചു വെക്കാം, അതൊക്കെ ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ബാക്കി നിങ്ങളുടെ ഇഷ്ടം.
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷെ അത് ഡയറക്ട് സെല്ലിംഗ് അല്ല. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് എടുക്കുമ്പോൾ നമുക്ക് നിരവധി കമ്പനികൾ ഇല്ലേ, 1940-കളിൽ അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ 1990-കൾ മുതൽ സജീവമായ കമ്പനികളുണ്ട്. എല്ലാവർക്കും അറിയാം, കമ്പനിയുടെ പേരൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. നിരവധി കമ്പനികൾ ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയിൽ എത്രയോ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബയോട്ടോറിയം സെലക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനി 2008 തുടങ്ങിയ കമ്പനിയാണ്. ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് വന്ന കമ്പനി അല്ല. ഇതൊരു ട്രഡീഷണൽ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയായിരുന്നു. കൊറോണ ബാധിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കമ്പനി ഇന്ത്യയിലേക്ക് ഡയറക്ട് സെല്ലിംഗിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയും നമ്മുടെ ബഹുമാനപ്പെട്ട സാഗർ ജോഷി സാർ ചിന്തിച്ചത് ഇതൊരു ട്രഡീഷണൽ വേയിലൂടെ ഇത് ഡോക്ടേഴ്സിനെയും ആശുപത്രിയും മെഡിക്കൽ ഷോപ്പുകളിലും ഒക്കെ ബന്ധപ്പെട്ടിട്ട് വിതരണം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ പ്രൊഡക്റ്റ് ഇന്ന് കിട്ടില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് ആണ്. ഡയറക്ട് സെല്ലിങ്ങിലൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഫാസ്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും, കസ്റ്റമറിലേക്ക് നേരിട്ടെത്തും. അപ്പൊ ഇതിനകത്തൊന്നും ഉണ്ടാവില്ല, മാൽ പ്രാക്ടീസ് ഉണ്ടാവില്ല, ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ വരില്ല, അല്ലേ? മറ്റതൊക്കെ ഡ്യൂപ്ലിക്കേറ്റുകൾ വരും. നമുക്കറിയാം, ഇപ്പൊ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ വാങ്ങുന്ന ഒരു ടാബ്ലറ്റ്, ഒരു ഡോക്ടർ എഴുതി തരുന്ന ടാബ്ലറ്റ്, ഗുണമില്ലാത്ത ടാബ്ലറ്റുകൾ വരുന്നുണ്ട്, നിങ്ങൾ വായിക്കാറുണ്ടല്ലേ? അതിനകത്ത് മുട്ടുസൂചി കിട്ടിയിട്ട് ടാബ്ലറ്റ് നിങ്ങൾ വായിക്കാറുണ്ടല്ലേ? ഇതൊക്കെ പല നോർത്ത് ഇന്ത്യയിൽ നിന്നും കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കി വരുന്ന സാധനങ്ങളാണ്. ഈ പറഞ്ഞ ക്വാളിറ്റി ആ മരുന്നിനുണ്ടോ എന്ന് പോലും പരിശോധിക്കുന്നില്ല. നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചറിയുന്നതാണ്. അപ്പോ അതുപോലുള്ള പലതും ഇതിനകത്ത് വരും. പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറ്റവും സാധ്യത ഡയറക്ട് സെല്ലിങ്ങിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വന്നതെന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്, നമ്മുടെ ഓൺ സോഫ്റ്റ്വെയർ ആണ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. മറ്റു പല കമ്പനികൾക്കും സ്വന്തം പ്രൊഡക്റ്റുകളില്ല, മറ്റു കമ്പനി എന്നുള്ള പ്രൊഡക്റ്റുകളാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. അവർക്ക് സോഫ്റ്റ്വെയർ ഇല്ല, വലിയ ഓഫീസ് സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിന്റെ ഗുണത്തിനെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല, ഇല്ലേ? വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഏതെങ്കിലും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, അല്ലെ? ഒരു ഡെമോ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ ബോഡിയിൽ ഇത് എഫക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് വേണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. വേറൊരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റും നമുക്ക് ആ രീതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് നൽകുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടേത്, അല്ലെ? എക്സ്റ്റേണൽ യൂസിലൂടെ ഈ ഇന്റേണൽ ഓർഗനൈസ് എല്ലാം തന്നെ ആക്ടിവേറ്റ് ചെയ്യും, റിജുനേറ്റ് ചെയ്യും, ഹെൽത്തി ആക്കുകയും, അല്ലെ? അതുപോലെ തന്നെ ആന്റി ഏജിങ് പ്രോസസ്സിലേക്ക് വളരെ പെട്ടെന്ന്, അല്ലെ, 72-കാരനെ 27-കാരനാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്ന, അല്ലെ, ഒരു നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓരോ പ്രൊഡക്റ്റുകളും വെറും 4 പ്രൊഡക്റ്റിലൂടെ തുടങ്ങിയ കമ്പനി 6 മാസം കൊണ്ട് ഇത് അടച്ചു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മുഖത്ത് നോക്കിയിട്ട് പലരും, മനോജ് ഇതൊന്നും എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോ 6 മാസം കഴിഞ്ഞ് 6 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇത് 60 വർഷവും അല്ല 600 വർഷവും അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെ, മാനേജ്മെന്റ് ആണ് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ മാനേജ്മെന്റ്, നമ്മുടെ പ്രിയപ്പെട്ട സാഗർ ജോഷി സാറും എന്ന് പറയുന്നത്. ഇന്നലെ കർണാടകത്തിൽ വലിയൊരു പ്രോഗ്രാം ആയിരുന്നു കമ്പനിയുടെ, നിങ്ങൾ പലരും കണ്ടു കാണും. അതെല്ലാം തന്നെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. സാഗർ സാർ അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി പ്രോഗ്രാം ആയി. അപ്പൊ അങ്ങനെ 4 പ്രൊഡക്റ്റിന് തുടങ്ങിയപ്പോ തന്നെ ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട്, അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് MSMEയുടെ, അല്ലെ, അശോക സ്തംഭ അവാർഡ് ഫാസ്റ്റസ്റ്റ് കരോർപതി മേക്കിംഗ് കമ്പനി എന്നുള്ള നിലയിൽ ലോകത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ച കമ്പനി എന്ന നിലയിൽ 300-ൽ പരം കോടീശ്വരന്മാരെ സൃഷ്ടിച്ച കമ്പനി എന്നുള്ള MSMEയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മിനിസ്ട്രിയാണ്. MSMEയുടെ അവാർഡ് നേടിയ, അശോക സ്തംഭ അവാർഡ് നേടിയ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം, അല്ലെ? ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഒരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് യഥാർത്ഥ പ്ലാറ്റ്ഫോമിലാണ്. ഈ ഡയറക്ട് സെല്ലിംഗിൽ നിരവധി കമ്പനികൾ ഉണ്ടാവും. അതിൽ നല്ലൊരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ എക്സലന്റ് കമ്പനി ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞ നിരവധി അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ കൊറോണ ബോർഡിന്റെ കൊറോണ യോധ അവാർഡ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അല്ലെ? അത് കിട്ടിയ ഒരേ ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. ആലോചിച്ച് നോക്കണം നിങ്ങൾ, അല്ലെ? ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി കോടിക്കണക്കിന് ആളുകൾ, ഇല്ലേ? ഇപ്പൊ പുതിയ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് കഴിഞ്ഞ ദിവസം വന്നു, ഇല്ലേ? എത്ര കോടി ആളാ മരിച്ചതെന്ന് അവർ പറഞ്ഞിട്ട് ഇപ്പോ 2,20,00,000 ആളുകളാണ് മരിച്ചതെന്നാണ് ഏകദേശം കണക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിക്ക് സഹായിക്കുന്ന രീതിയിലുള്ള അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നുള്ള കൊറോണ ബോർഡിന്റെ കൊറോണ യോധ അവാർഡ് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ആണ് സുഹൃത്തുക്കളെ ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയും.
അവിടുന്ന് അങ്ങോട്ട് വന്നപ്പോ ആളുകൾ ഇത് ഉപയോഗിച്ചു. നിരവധി അവാർഡ് കിട്ടിയപ്പോ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ അല്ലെ ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന അവാർഡ് നേടിയ ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ട്രസ്റ്റഡ് ബ്രാൻഡ്, വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് എന്നുള്ള നിലയിൽ അവാർഡ് കിട്ടിയ കമ്പനിയാണ് ഈ ബയോട്ടോറി എന്ന് പറയുന്ന കമ്പനി. അവിടുന്ന് പിന്നെയും സഞ്ചരിച്ചപ്പോ ഇല്ലേ, നമുക്കറിയാം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്. നമുക്കറിയാം മാഗ്നറ്റിക് തെറാപ്പി ഒക്കെ ഉത്ഭവിച്ചത് ജപ്പാനിലാണ്. അതുപോലെ തന്നെ കൊറിയയിലും ചൈനയിലും ഒക്കെ തന്നെ അടിപൊളിയായിട്ട് ഈ മാഗ്നറ്റിസവും മാഗ്നറ്റിക് തെറാപ്പിയും പോകുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു കമ്പനിക്കും എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ സാധിച്ചില്ല. അത് ഇന്ത്യയിലെ നമ്മുടെ സാഗർ ജോഷി സാറിന് മാത്രമാണ് സാധിച്ചത്. ഈ ബയോട്ടോറിയത്തിനാണ് സാധിച്ചതെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ അല്ലെ മനോഹാരിതയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഒരു കമ്പനി നമുക്ക് ആർക്കെങ്കിലും പരിചയപ്പെടുത്താൻ വേണ്ടി സാധിക്കൂ? ഈ ബയോട്ടോറിയം അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയെ നിങ്ങൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ആ കമ്പനിയുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുമോ? അവിടെയാണ് ഈ ബയോട്ടോറിയത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. കൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് നിരവധി കമ്പനികളുണ്ട്. ഒരു കമ്പനിയും മോശമെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ നമ്പർ 1 കമ്പനി തന്നെയാണ് ബയോട്ടോറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേവലം 6 വർഷം കഴിയുമ്പോഴേക്കും 13ാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷം കൂടെ കഴിയട്ടെ. 5 വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായിട്ട് ബയോട്ടോറിയം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ രീതിയിലാണ് ഈ കമ്പനിയുടെ പോക്കെന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം, തുടക്കത്തിൽ വരുമാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും. കേവലം ഇല്ലേ 440 രൂപ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 440 രൂപ കിട്ടിയ സ്ഥാനത്ത് ഇന്നത്തെ വരുമാനം 6500 രൂപയാണ്. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെറും 440 രൂപയാണ് നിന്നുകൊണ്ടിരുന്നത് ഈ ബയോട്ടോറി എന്ന് പറയുന്ന കമ്പനി. ഇന്ന് ആ സ്ഥാനത്ത് 6500 രൂപ കൊടുക്കുന്നു. എത്ര ശതമാനമാണ് വർദ്ധിച്ചതെന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി, ഞാൻ കണക്കൊന്നും പറയും. ആലോചിച്ചു നോക്കണം. അവിടുന്ന് പിന്നെയും മാറി വന്നപ്പോ അല്ലെ ബൂസ്റ്റർ പ്ലാനിൽ ഒരു എൻട്രി വെക്കുമ്പോൾ തന്നെ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാളെ കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പം ഉടനെ തന്നെ നമുക്ക് എമൗണ്ട് കിട്ടുന്നതാണ്. 13 PV ആണെങ്കിൽ 525 രൂപ അടുത്ത കട്ട് ഓഫിൽ. ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ്, ഇന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബുധനാഴ്ച എമൗണ്ട് കയറുന്നു എന്നുള്ളതാണ് അല്ലെ. 3 കഴിഞ്ഞ് 4ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുന്നുള്ളതാണ്. എന്നാൽ പല കമ്പനികളിലും 21 ദിവസം കാത്തിരിക്കുന്ന പല കമ്പനികളും നമ്മുടെ രാജ്യത്ത് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ 21ാമത്തെ ദിവസം മാത്രമേ അവരുടെ വരുമാനം കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അതില്ല. 3 കഴിഞ്ഞ് 4ാമത്തെ ദിവസം. ഇന്ന് വെക്കുകയാണെങ്കിൽ ബുധനാഴ്ച കിട്ടും, നാളെ വെച്ചാലും ബുധനാഴ്ച കിട്ടും. നാളെ 5 മണിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു എൻട്രി ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാശ് ബുധനാഴ്ച കിട്ടും. 3 ദിവസം കാത്തിരുന്നാൽ മതി നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ. അപ്പൊ ആ രീതിയിൽ ഒരു എൻട്രി വെക്കുമ്പോൾ കാശ് കൊടുക്കുന്നു. 13 PV ആണെങ്കിൽ 525 രൂപയും, 25 PV ആണെങ്കിൽ 1010 രൂപയും, 50 PV ആണെങ്കിൽ 2020 രൂപയും, 100 PV ആണെങ്കിൽ എത്രയാ 4040 രൂപയും കൊടുക്കുന്നു. ഒരു മാച്ചിങ്ങും ഇല്ലാതെ വരുമാനം കൊടുക്കുന്ന ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ടെങ്കിൽ, ഇത്രയും വരുമാനം കൊടുക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് സുഹൃത്തുക്കളെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. അപ്പൊ ആലോചിച്ച് നോക്കണം നമ്മൾ. അപ്പൊ ഇനി വരുമാനം നമുക്കറിയാം, പ്രൊഡക്റ്റ് നല്ലതാണ്, ഇതിന്റെ റിസൾട്ട് നല്ലതാണ്, ഇതിന്റെ ഇൻകം പ്ലാനിലേക്ക് നമുക്ക് നോക്കാം. അതോടൊപ്പം ഇതിന് കിട്ടിയ അംഗീകാരങ്ങൾ ബെസ്റ്റ് ആണ്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ നോക്കണം. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യയിലെ VVIPs 13 സ്റ്റേറ്റ് മുഖ്യമന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാര് നിരവധി അല്ലെ, പഴയ കേന്ദ്രമന്ത്രിമാര്, ഇപ്പൊ നിലവിലുള്ള ആളുകൾ, സെലിബ്രിറ്റീസ്, ഡോക്ടേഴ്സ്, ഇത്രയും അവരെല്ലാം ഫോട്ടോസിന് അല്ലെ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അല്ലെ രംഗം ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പ്രൊഡക്റ്റും ഇതുപോലെ വാങ്ങി ഉപയോഗിക്കുന്നത് കാണിച്ചു തരാൻ ഒരാൾക്കും പറ്റില്ല. അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വേറെ ഏത് കമ്പനിക്കുണ്ട് ഇത് അല്ലെ? അതൊക്കെ നമ്മൾ ചിന്തിക്കണം. വേറെ ഒരു കമ്പനി എടുത്ത് പോയാൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇതിനെ ഒരു കരിയർ ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. എന്താണ് കരിയർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് നമുക്കൊരു നല്ലൊരു ഇൻകം കിട്ടണം എന്നുള്ളതാണ്. ലൈഫ് ലോങ് ഇൻകം കിട്ടണം. ആ ലൈഫ് ലോങ് ഇൻകം കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ആ രീതിയിലേക്ക് ഇവിടെ നോമിനേഷൻ ഫെസിലിറ്റി വരെ അല്ലെ, നമ്മുടെ കാലശേഷം നമ്മുടെ തലമുറക്ക് നമുക്ക് കിട്ടുന്ന ഇൻകം മാറിക്കൊടുക്കുന്ന നോമിനേഷൻ ഫെസിലിറ്റി വരെ നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോ അതിനകത്തേക്ക് നമുക്ക് എത്തുമ്പോ എങ്ങനെ നമുക്ക് ഈ ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാൻ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ടീമാണ് അല്ലെ. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി പറയുമ്പോൾ ഞങ്ങളുടെ ടീമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. പുള്ളി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ, ടീം.
അല്ലെ? അതുപോലെ ടീമാണ് ഇവിടെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ടീം ബിൽഡിംഗ് ഒന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല, അതിനൊന്നും സമയമില്ല. ഇപ്പൊ നല്ലൊരു ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യാണ്. ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? അവർക്ക് 1-2 പോയിന്റ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം. ഞാൻ ബയോട്ടോറിയത്തിൽ ഉറച്ചു നിൽക്കും. അടുത്ത ആൾ വിളിക്കുമ്പോൾ എന്നാൽ അതിലേക്ക് പോവാ, അതിലും പോയി ഒരു ഐഡിയ വെക്കാം, അല്ലെ? ഇതിന് അതിനേക്കാൾ നല്ലതാണെന്ന് പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്, അല്ലേ? നല്ലതാണ്, നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഡയറക്ട് സെല്ലിംഗിൽ വിജയിച്ച ആളുകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മതി നിങ്ങൾ. ഒരേ കമ്പനിയിൽ തന്നെ കമ്പനി അടച്ചു പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, അല്ലെ? ആ കാലത്ത് അങ്ങനെയായിരുന്നു. പല പല കമ്പനികൾ അടച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ചില ലീഡേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ മാറിയാലും പിന്നീട് ആ കമ്പനിയിൽ തന്നെ ഉറച്ചു നിന്നിട്ടുണ്ട്, അല്ലേ? അവിടെ തന്നെ നിന്ന ആളുകളാണ് വിജയിച്ചിട്ടുള്ളത്. കോടാനുകോടികൾ വരുമാനമൊക്കെ നേടിയ അങ്ങനെയുള്ളവരാണ്. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നവരൊന്നും എവിടെ എത്തിയിട്ടില്ല, ചരിത്രവും എത്തിയ ചരിത്രം. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം. ടീം ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് വേണം? നിങ്ങൾ കൊണ്ടുവന്ന ടീമിന് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ടീമിന് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ലെങ്കിൽ അവർ വിട്ടുപോകും ഉറപ്പായിട്ടും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കണം. ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം അവരുമായിട്ട്. അവരുടെ വീട്ടിൽ ചെന്നിരുന്നിട്ട് ലിസ്റ്റ് തയ്യാറാക്കണം. ആ ഫാമിലി അറിയണം എന്താണ് ബിസിനസ് ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവും കുട്ടികളും അറിയണം. ഇത് രഹസ്യമായിട്ട് ഉള്ള ബിസിനസ് അല്ല. വീട്ടിലേക്ക് വരാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഞാൻ പുറത്തേക്ക് വരാം എന്ന് പറഞ്ഞില്ല. ചില ആളുകൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല പറയണം. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു എന്താ പറയാ, ഒരു ഫുൾ അല്ലെ പവറിലേക്ക് എത്തില്ല. അപ്പൊ അവരുടെ പറഞ്ഞ് മനസ്സിലാക്കി ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് ആദ്യം തന്നെ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ട് 6500 രൂപ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെയാണ് അവരുടെ കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. കഥ പറഞ്ഞതിനെ കൊണ്ടൊന്നും കോൺഫിഡൻസ് ഉണ്ടാവില്ല കേട്ടോ. കഥ പറഞ്ഞതിനെ കൊണ്ടാവണ്ട, അവരുടെ അക്കൗണ്ടിലേക്ക് വരുമാനം നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതിന് അവർ ലിസ്റ്റ് തരും, അവരാളുകളെ കാണിച്ചു തരും. അവരെടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ചില ആൾ 10 ആളെ കാണിച്ചു തന്നാലും ഒരു സെയിൽ എടുത്തു കൊടുക്കാൻ പറ്റില്ല, ചില ലീഡേഴ്സ് പോയാൽ, അല്ലെ? ചില ആൾ ഒരാളെ കാണിച്ചു കൊടുത്താൽ മതി. ആ ഒരാളെ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് 3 സെയിൽ എടുക്കുന്ന ആളുണ്ട്, ഇല്ലേ? 3 ഐഡിയ എടുത്തോ, നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, അല്ലെ? ഭാര്യയുടെ പേരിലും മകന്റെ പേരിലും മകളുടെ പേരിലും എടുത്തോ എന്ന് പറഞ്ഞിട്ട് 3 ഐഡി എടുപ്പിക്കുന്ന ലീഡേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഇത് പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. പഠിക്കാനാണ് ഇതുപോലുള്ള പ്രോഗ്രാംസിലും ട്രെയിനിങ്ങിലും ഒക്കെ വരാൻ വേണ്ടി പറയുന്നത്. നമ്മൾ ഇതുമായിട്ട് എപ്പോഴും താതാത്മ്യം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ നല്ലൊരു പ്രസന്റർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതേപോലെ തന്നെ ടെക്നിക്കലായിട്ട് ഐഡിയ അടിക്കാൻ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്ലൈനെ വിളിച്ച് ചോദിക്കാൻ ഇടവരരുത്. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. 3, 4, 5, 6 മാസം കൊണ്ട് ഗ്രാജുവലി ഇതെല്ലാം തന്നെ പഠിച്ചെടുത്ത് നമ്മൾ സ്വയം പ്രാപ്തരാകണം എന്ന് പറയും, അല്ലെ? ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അവിടെയാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് ടീമിലേക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും സുജമോളെ വിളിച്ചാൽ മതി. അതിന്റെ മുകളിലുള്ള യുനസ് ഭായിനെയോ അല്ലെങ്കിൽ ഡാനി സാറിനെയോ മനോജിനെയോ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. സുജമോൾക്ക് എല്ലാം അറിയാം എന്ന് അവരുടെ ടീമിന് തോന്നണം. മനസ്സിലായോ? അതേ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും വളരണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നല്ലൊരു ടീം ഉണ്ടാകുന്നത്. വന്ന ആളുകളെല്ലാം ഇത് പഠിപ്പിക്കണം. നമ്മളെക്കാൾ കഴിവുള്ള ആളുകളെ, നമ്മളെക്കാൾ ആവശ്യമുള്ള ആളുകൾ ഒക്കെ ഇതിനകത്ത് വരും. അവരെല്ലാം പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ക്രിയേറ്റ് ലീഡേഴ്സ്. നമ്മുടെ ടീമിൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും, ഒരു സംശയവും വേണ്ട. അപ്പൊ അവിടെ നിന്നാണ് ടീമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല്, ഇല്ലേ, ജീനിയസ് വിന്നർ, അതായത് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന പ്ലാൻ ആണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഇതൊരു ഹൈബ്രിഡ് ബൈനറി പ്ലാൻ ആണ്. 2 ചാനലിലൂടെ മാത്രം ബിസിനസ് മുന്നോട്ട് പോയാൽ, അതുകൊണ്ടാണ് ഇത്രയും കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചത്. 2 ചാനൽ, ആ 2 ചാനലിന് പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജീനിയസ്, ഒന്ന് വിന്നേഴ്സ്, അല്ലെ? വിന്നേഴ്സ് ആണെങ്കിൽ അവർ വിജയിക്കും, ജീനിയസ് ആണെങ്കിൽ അവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അങ്ങനെ ചെയ്താ ഇങ്ങനെ ശരിയാവോ, ഇങ്ങനെ ചെയ്താ അങ്ങനെ ശരിയാവോ, അങ്ങനെ ചെയ്താൽ ഇവർക്ക് ഡൗട്ട് ആയിരിക്കും. അപ്പോ ഒരു ഭാഗത്ത് ജീനിയസ് ഉണ്ടാവും, ഒരു ഭാഗത്ത് വിന്നേഴ്സും ഉണ്ടാവും. അപ്പൊ ഈ ജീനിയസുകാരെ എന്താക്കണം? നമ്മൾ ഒന്നും കൂടി വിന്നേഴ്സ്, അവരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറക്കിയാൽ മതി. അപ്പൊ അവർ വിന്നറായിട്ട് മാറിക്കോളും. അപ്പൊ വിന്നേഴ്സിനെ ഒന്നും നോക്കൂല, ഇല്ലേ? കളിക്കാൻ ഇറങ്ങി അവരെങ്ങോട്ട് കളിച്ചോളൂ, അല്ലേ? ഒരു ഫുട്ബോൾ കളി നമ്മൾ കാണാൻ പോയി കഴിഞ്ഞാല് ഗോൾ അടിച്ചില്ലെങ്കിൽ നമുക്ക് എന്താവും? മടുപ്പ് തോന്നും, അല്ലേ? കുറെ നേരം കണ്ടിട്ട് ആരും ഗോൾ അടിക്കുന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ചാനൽ മാറ്റും, വേറെ എന്തെങ്കിലും നോക്കാന്ന് വിചാരിക്കും. അപ്പൊ ഗോൾ അടിക്കണം ഇവിടെ, അല്ലേ?
ഗോൾ അടിച്ചാലേ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ ഗോൾ അടിക്കണമെങ്കിൽ അതിനനുസരിച്ച കളി വേണം. ഗോൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് അടിക്കാൻ പറ്റുമോ? ഗോൾ അടിക്കുന്ന ഒരാൾ ഒറ്റക്കാണോ അടിക്കുന്നത്? അടിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ ബോൾ പാസ് ചെയ്ത് കൊടുത്ത് കാണുന്നില്ല. നിങ്ങൾ ഫുട്ബോൾ കണ്ടിട്ടില്ലേ അല്ലെ? ബോൾ ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങോട്ട് പാസ് ചെയ്ത് ഇങ്ങോട്ട് പാസ് ചെയ്ത് ഇങ്ങോട്ട് പാസ് ചെയ്തല്ലേ? നമ്മുടെ എതിർപക്ഷത്തുള്ള ടീമിന്റെ കായലിലേക്ക് ബോൾ കൊടുക്കില്ല. അവർക്ക് കാലുകൊണ്ട് ടച്ച് ചെയ്യാൻ പോലും വിടാതെ ഇല്ലേ പാസ് ചെയ്ത് കൊടുത്തിട്ടാണ് ആ ഗോൾ പോസ്റ്റിന്റെ അടുത്ത് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യുന്നത്? ഒറ്റ അടി അടിച്ചു കൊടുക്കണം അല്ലെ? അത് ആ രീതിയിലാണ് നമ്മൾ ഓരോരുത്തർക്കും അതിന് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ. ഓരോ ടീമിലും ഓരോ മെമ്പേഴ്സിനും പ്രാധാന്യമുണ്ട്. അങ്ങനെ ആ രീതിയിൽ നമ്മൾ നല്ല ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക, ഗോൾ അടിക്കുക, ഗോളുകൾ സെറ്റ് ചെയ്ത് അടിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് അച്ചീവേഴ്സ് ആയിട്ട് മാറുന്നത്. ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഗോൾ അടിക്കാതെ വെറും തട്ടിമുട്ടി കളിച്ചതിനെ കൊണ്ട് വിജയിക്കാൻ പറ്റുമോ? ഗോൾ അടിച്ചാലേ കളി വിജയിക്കാൻ പറ്റുള്ളൂ അല്ലെ? അതുകൊണ്ട് ആളുകളിലേക്ക് ചെല്ലാനും കസ്റ്റമേഴ്സിനോട് കാണാനും സംസാരിക്കാനും സെയിൽസ് ക്ലോസ് ചെയ്യാനും അവിടുന്ന് പണം വാങ്ങിക്കൊണ്ട് കച്ചവടം ഉറപ്പിച്ചു വരാനും സാധിക്കണം. പല സ്ഥലത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കാശ് വാങ്ങുന്നില്ല എന്നുള്ളതാണ്. എല്ലാം പോയി പറഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോ കുറച്ച് കഴിയട്ടെ പിന്നീട് വാങ്ങാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നീട്ടിവെക്കും. കൊണ്ടുപോയ ആളുകൾ തന്നെ വേണ്ട രീതിയിൽ അതിന് വേണ്ടുന്ന എന്താ പറയാ ഒരു ക്ലോസിംഗ് മൈൻഡ് സെറ്റിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് പലർക്കും കച്ചവടം കിട്ടാതെ പോകുന്നത്. അവിടെ ഇരുന്ന് കാശ് മേടിച്ചിട്ടേ വരാൻ വേണ്ടി പാടുള്ളൂ. ഗൂഗിൾ പേ ആണോ, ഫോൺ പേ ആണോ, അല്ല ക്യാഷ് ആണോ, ചെക്കാണോ, എന്താന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞ് കാശ് മേടിക്കണം. അതുകൊണ്ട് അപ്ലൈനോട് പറയും നിങ്ങൾ ചോദിക്കുന്ന പറയും കൊണ്ടുപോയ ആള് അല്ലെ? അപ്ലൈൻ പറയും ഞാൻ ചോദിക്കില്ല നിങ്ങൾ ചോദിക്കുക. ഇതൊന്നും ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിൽ ചോദിക്കാമേ. ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത്, സിംഗിൾ വേണോ ഡബിൾ വേണോ എന്ന് ചോദിച്ച് അപ്പൊ തന്നെ ഇതിന്റെ കാശ് ഇത്രതാണ് കേട്ടാ. ഇപ്പൊ തന്നെ കാശ് തന്നാൽ നമുക്ക് നാളെ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി സാധിക്കും. ഇത് ബുക്ക് ചെയ്താലേ വരുള്ളൂ. ഭയങ്കര ഡിമാൻഡാണ് സാധനത്തിന്. ബുക്ക് ചെയ്ത് ബോംബെ ഓഫീസിൽ നിന്നാണ് പ്രൊഡക്റ്റ് വരേണ്ടത്. കേരള ഓഫീസിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് എത്തിക്കാം എന്ന് നമ്മളൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സെയിൽ എടുക്കാൻ വേണ്ടി. ഈ രീതിയിൽ ടീമായിട്ട് മുന്നോട്ട് പോയാലേ നമുക്ക് വലിയ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ടീം ക്രിയേറ്റ് ചെയ്യുക, ടീമിന് കോൺഫിഡൻസ് കൊടുക്കുക, അവരായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, ആ രീതിയിൽ മുന്നോട്ട് പോയിട്ട് നല്ല ടീം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് ബയോട്ടോറിയത്തിന്റെ ഇൻകം പ്ലാനും മറ്റ് കമ്പനിയുടെ ഇൻകം പ്ലാനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. നല്ല കാര്യം തന്നെയാണ്. അവർക്ക് ഇഷ്ടമുള്ള കമ്പനികൾക്ക് ഓരോ ആൾക്കും ചെയ്യാം. പക്ഷെ നമ്മുടെ ഇൻകം പ്ലാൻ ഇവിടെ സ്റ്റഡി ചെയ്യണം. പല കമ്പനികളും ഇപ്പൊ നിലവിലുള്ള കമ്പനിയിൽ 5000 രൂപയുടെ ബിസിനസ് ജീനിയസിലും ബിന്നറിലും അല്ലെങ്കിൽ ലെഫ്റ്റും റൈറ്റും, അതാണ് എളുപ്പം മനസ്സിലാവുക ആളുകൾക്ക് അല്ലെ? ലെഫ്റ്റും റൈറ്റും 5000 രൂപയുടെ ബിസിനസ് വെച്ചാൽ ഇന്ന് മാർക്കറ്റിലുള്ള കമ്പനികൾ മാക്സിമം കൊടുക്കുന്നത് 450 രൂപയാണ്. 5000ന്റെ ബിസിനസ് നമ്മൾ ചെയ്താൽ മാക്സിമം നമുക്ക് കിട്ടുന്നത് 450 രൂപയാണ് പല കമ്പനികളും. പക്ഷെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 4500ന്റെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. ഈ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് തന്നെ കൊടുക്കണമെന്നില്ലല്ലോ അല്ലെ? ഏത് പ്രൊഡക്ട്സ് കൊടുത്താലും അവരുടെ ബിസിനസ്സിലേക്ക് 4500 രൂപക്ക് 2 ബോട്ടിൽ പ്രോട്ടീൻ പൗഡർ കിട്ടും. അത് കൊച്ചുകുട്ടികൾ മുതൽ വീട്ടിൽ പ്രായമായി വയ്യാതെ കിടക്കുന്ന ആൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് പ്രോട്ടീൻ പൗഡർ. ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, എല്ലാവർക്കും ഉപയോഗിക്കാതെ. കുട്ടികളൊക്കെ രാവിലെ ക്ലാസ്സിൽ പോവാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, രാവിലെ ട്യൂഷൻ അല്ലെ 6 മണിക്ക് ട്യൂഷൻ, അത് കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ സമയം ഉണ്ടാവില്ല, കുട്ടികൾക്ക് ഭക്ഷണം വേണ്ട. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും നമുക്കത് പ്രോട്ടീൻ പൗഡർ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി സാധിക്കും. പ്രോട്ടീന്റെ അളവ് നമുക്കറിയാം പലർക്കും ഇല്ലാത്തതുകൊണ്ടാണ് പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ വരുന്നത്. അപ്പൊ പ്രോട്ടീൻ പൗഡർ ബെസ്റ്റ് ആണ്. അതിന് 4500 രൂപയുള്ളൂ. അതുപോലെ ഒരു അൾട്രാബെറി ജ്യൂസും ഒരു മോർ പവറും ചേർന്ന പാക്കേജ് ഉണ്ട്. ചെറിയ പാക്കേജസിന്റെ കാര്യം ഞാൻ പറയുന്നു. അതിനും 13 PV ആണ്, 4800 രൂപയുള്ളൂ. അതേപോലെ നമ്മൾ സി ബക്രോണിന്റെ പ്രൊഡക്റ്റ് ഉണ്ട് ഇപ്പൊ വന്നിട്ടുണ്ട്, അതിന് 5100 രൂപയുള്ളൂ. ഇത് 13 PV ആണ് വരുന്നത്, 13 PV. ഈ 13 PVയുടെ ബിസിനസ് ഈ പറഞ്ഞ 5000 കൊടുക്കണ്ടല്ലോ. നേരത്തെ പറഞ്ഞ കമ്പനിയിൽ എത്ര കൊടുക്കണം? 5000 രൂപ കൊടുക്കണം. 5000ന്റെ എത്ര ബിസിനസ് എടുക്കണം? ലെഫ്റ്റിലൊരു ബിസിനസ്, റൈറ്റിലൊരു ബിസിനസ്. ഇത് മാച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 450 രൂപ കിട്ടും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, 450 രൂപ കിട്ടും. പക്ഷേ നമ്മളിവിടെ 4500 ഒരു പ്രോട്ടീൻ പൗഡർ കൊടുത്തു, ഒന്നും മാച്ച് ചെയ്യണ്ട. നമുക്ക് എത്ര കിട്ടും? 13 PV ആണത്. എത്ര രൂപ കിട്ടും? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എത്ര രൂപ കിട്ടും? 1976 സാറേ. അതായത് 4500ന്റെ പ്രോട്ടീൻ പൗഡർ ഒരെണ്ണം കൊടുത്താൽ നമുക്ക് 525 രൂപ കിട്ടും. ടോട്ടൽ കണക്ക് ഞാൻ പറഞ്ഞു, ഓൺ ദ സ്പോട്ടിൽ നമുക്ക് 525 രൂപ കിട്ടും. അവിടെ 5000ന്റെ 2 ബിസിനസ് എടുത്താലാണ് 450 രൂപ കിട്ടുക അല്ലെ? ശരിയല്ലേ? അതായത് 10000ന്റെ ബിസിനസ് കൊടുക്കുമ്പോഴാണ് 450 രൂപ. ഇവിടെ 13 PVയുടെ 4500ന്റെ ഒരു പ്രോട്ടീൻ 2 പ്രോട്ടീൻ പൗഡർ കൊടുത്താൽ ഒരു മാച്ചിങ് ഇല്ല, വേറൊരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും 525 രൂപ കിട്ടും. അവിടെ 450, 2 10000ന്റെ ബിസിനസ് കൊടുത്താൽ 450 കിട്ടും. അപ്പൊ തന്നെ ഇവിടെ 75 രൂപ കൂടുതലല്ലേ അല്ലേ?
ആണോ അല്ലയോ? നമ്മുടെ പ്ലാൻ അവിടെ 75 രൂപ കൊടുത്തു. വീണ്ടും ഒരാൾക്കും കൂടി കൊടുത്തു. ഉച്ച വരെ ഒരു വീട്ടിലിരുന്നു, അവിടെ ഒരെണ്ണം കൊടുത്തു. ഉച്ചയ്ക്ക് ശേഷം അടുത്ത വീട്ടിൽ പോയിരുന്നു, അവിടെ ഒരെണ്ണം കൊടുത്തു. 2 എണ്ണേ ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ. അപ്പൊ എത്ര കിട്ടി? അവിടെയും കിട്ടി 525. ടോട്ടൽ എത്രയായി? 1050 രൂപയായി. അപ്പൊ 4500 പ്ലസ് 4500, 9000 രൂപയുടെ ബിസിനസ് ചെയ്തപ്പോ 1050 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. മറ്റേ കമ്പനിയിലോ 10000 രൂപയുടെ ബിസിനസ് ചെയ്തപ്പോ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആകെ വന്നത് 450 രൂപയാണ്. ആ കമ്പനിയാണോ നല്ലത്? ഈ കമ്പനിയാണോ നല്ലത്? ആ പ്ലാനാണോ നല്ലത്? ഈ പ്ലാനാണോ നല്ലത്? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് രണ്ടും കൂടി മാച്ച് ചെയ്യുന്നു. രണ്ടും കൂടി നമ്മൾ വൈകുന്നേരം എടുത്ത് കൊണ്ടുവന്ന് വൈകുന്നേരം നമ്മൾ ഒരുമിച്ച് എൻട്രി വെക്കുന്നു. കുഴപ്പമില്ല. ഒരുമിച്ച് എൻട്രി വെച്ചാൽ നമുക്കിവിടെ അവയർനെസ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും അല്ലെ? അവയർനെസ് 8 രൂപ 80 പൈസ, ഫാമിലി ബോണസ് 59 രൂപ 40 പൈസ എന്ന് പറഞ്ഞാൽ 59 8 67 അല്ലെ? 68 രൂപ 20 പൈസ ഉണ്ടാവും. 13 ഇൻറ്റു 68 രൂപ 20 പൈസ എന്ന് നിങ്ങൾ അടിച്ചു നോക്കിക്കോളൂ. 13 ഇൻറ്റു 68 രൂപ 20 പൈസ അടിച്ചാൽ 886 രൂപ വരും. 886 60 പൈസയും വരും. ഇത് ടോട്ടൽ കൂട്ടുമ്പോ 1900 എത്രയാ വരുന്നത്? 36 രൂപ. 76 അല്ലെ? 1976 ആണോ? 76 ഇത്രയും രൂപ കിട്ടും. അവിടെ 450 രൂപ കിട്ടുന്നതിന് പകരം ഇവിടെ 1900 സംതിങ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏകദേശം 2000 രൂപയോളം വരികയാണ്. ഇവിടെ എടുത്ത പണി എന്താ? 4500 2 പ്രൊഡക്റ്റ് കൊടുത്തു എന്നുള്ളതാണ് ആകെ ചെയ്ത അപരാധം ഇല്ലേ? അവിടെ കിട്ടുന്ന 450 ഇവിടുത്തെ ഏകദേശം 2000 രൂപ എന്ന് കൂടുമ്പോൾ എത്ര ഇരട്ടിയായി? 4 ഇരട്ടി എന്തായാലും ആയോ ഇല്ലേ? ഏകദേശം 5 ഇരട്ടിയോളം വരുമാനം കൊടുക്കുന്ന കമ്പനിയാണ് സുഹൃത്തുക്കളെ ഈ ബയോട്ടോറി എന്ന് പറഞ്ഞ കമ്പനി. ഇത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല പലരും. അവിടെയാണ് പ്രയാസം. ഇനി ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സൈഡിൽ ഇതേപോലെ ബിസിനസ് നടന്നു, 13 BV 26 BV നടന്നു, 26 BV മറ്റേ സൈഡിൽ നടന്നു വിചാരിക്കുക. ലീഡർ ടോപ്പിൽ നിൽക്കുന്ന ഒരു ലീഡറാണ്. അദ്ദേഹത്തിന് കിട്ടും 1773 രൂപ. ലീഡേഴ്സിന് വരുമാനം കുറവെന്നാണ് ഇവിടെ പറയുന്നത്. ലീഡേഴ്സിന് ഒരു വരുമാനം കുറയുന്നില്ല. ഇപ്പൊ എന്റെ വിങ്ങിലുള്ള സുജമോൾ ഇതേപോലെ പോയി 2 ബിസിനസ് എടുത്തു. സുജമോൾക്ക് എത്ര കിട്ടി? 1900 സംതിങ് കിട്ടി അല്ലെ? എന്റെ അപ്പുറത്തെ വിങ്ങിലുള്ള ജേക്കബ് സാർ ഇതേപോലെ ബിസിനസ് എടുത്തു. ജേക്കബ് സാറിന് എത്ര കിട്ടി? 1900 സംതിങ് കിട്ടി അല്ലെ? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീനിയസിൽ 13 26 BV കയറിയിട്ടുണ്ട്. പിന്നറിലും 26 BV. അപ്പൊ എത്ര കിട്ടും? 26 ഇൻറ്റു 60 59 67 അല്ല 68 20 അടിച്ചു നോക്കിയാൽ അപ്പോ 1773 എന്റെ അക്കൗണ്ടിലേക്ക് കിട്ടും. എനിക്ക് വരുമാനം കുറവുണ്ട്? ഒരു വരുമാനം കുറവില്ല. ഈ രീതിയിൽ നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം. ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങണം. നിങ്ങൾ പോയിട്ട് 13,500ന്റെയും 59,000ന്റെയും ഒക്കെ ബിസിനസ് പറയുന്നത് കൊണ്ടാണ് പലർക്കും എന്താവാത്തത്. 1936 ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെയാണ് കണക്ക്. അപ്പൊ അത് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് സാർ. അപ്പോ 1936 ഞാൻ പറഞ്ഞു വന്നത് ഈ രീതിയിൽ ചെറിയ ചെറിയ പാക്കേജിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചാൽ സിമ്പിൾ ആയിട്ട് ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും പ്രധാനം. ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഫോണിൽ ഇവിടെ പറഞ്ഞാലൊന്നും കച്ചവടം നടക്കൂല. ഞാനൊക്കെ കച്ചവടം ചെയ്തതൊക്കെ കോഴിക്കോടും കണ്ണൂരും ഇല്ലേ, വയനാടും ഇവിടെയൊക്കെ വന്ന് താമസിച്ച് വീട് വിടാന്തരം പെരളശ്ശേരി ഒരു അമ്പലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് താമസിക്കാൻ രാത്രി മുറി കിട്ടിയില്ല. അവസാനം ഒരു പഴയ അന്ന് ഞാൻ തുമ്മി വെറും പൊടിയായിരുന്നു അതിനകത്ത്. ഒരു ഫാൻ ഇട്ടിട്ട് ഞാൻ അവിടെ കിടന്നു. തുമ്മല് എന്നൊക്കെ പറഞ്ഞ് അവസാനം രാവിലെ എഴുന്നേറ്റിട്ട് അടുത്ത മെഡിക്കൽ ഷോപ്പ് അന്വേഷിച്ചു പോയി. അടുത്തൊന്നും മെഡിക്കൽ ഷോപ്പില്ല. കുറെ ദൂരത്ത് നടന്നിട്ടാണ് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ഒരു ഗുളിക വാങ്ങി കഴിച്ചിട്ട് എന്നിട്ട് ഒരേ തുമ്മലായിരുന്നു പൊടി അടിച്ചിട്ട്. മനസ്സിലായ? കാരണം അവിടെ ഒരു സിറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയില്ലായിരുന്നു അവിടെ മുറിയൊന്നും ഉണ്ടാവില്ല എന്നുള്ള. അങ്ങനെയൊക്കെ പെട്ടിട്ട് പാതിരാത്രിക്ക് എത്തിപ്പെട്ടത് അവിടെ. ഒന്നും പറയേണ്ട സുഹൃത്തുക്കൾ. അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങിയിട്ട് വെയിൽ കൊള്ളാനും മഴ കൊള്ളാനും മഞ്ഞ് കൊള്ളാനും മനസ്സിലായ? റെയിൽവേ സ്റ്റേഷനിലുള്ള പ്ലാറ്റ്ഫോമിലുള്ള ബെഞ്ചുണ്ട്, വലിയ വീതിയുള്ളത് അല്ലെ?
അതിനകത്ത് കിടന്നുറങ്ങാനൊക്കെ തയ്യാറായത് കൊണ്ടാണ് ഇന്ന് വിജയത്തിലേക്ക് എത്തിയത്. അല്ലാണ്ട് മനോജ് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വന്നതൊന്നുമല്ല അല്ലെ. എത്രയോ റെയിൽവേ സ്റ്റേഷന്റെ ബെഞ്ചുകളിൽ കിടന്നിട്ടുണ്ട്, സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. കൊതുകടി കൊണ്ട് തന്നെ, കൊതുകിന്റെ പാട്ടൊക്കെ കേട്ടോണ്ട് ചൊറിഞ്ഞുകൊണ്ടൊക്കെ കിടന്നിട്ടുണ്ട് അവിടെ. ഇങ്ങനെ ത്യാഗം അനുഭവിക്കാൻ തയ്യാറാക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 മണിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇല്ലേ, ഉച്ചക്ക് നല്ല ഊണ് കഴിക്കാനാകുമ്പോൾ വീട്ടിൽ വന്ന് വറുത്ത മീനും സാമ്പാറും പുളിശ്ശേരിയൊക്കെ കൂടി കഴിച്ച് അവിടെ കുറച്ച് നേരം കിടന്ന് 4 മണിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇല്ലേ, ഞാൻ ബയോട്ടോറിയം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്നതിനെ കൊണ്ടൊന്നും അച്ചീവറാകാൻ വേണ്ടി സാധിക്കില്ല. ത്യാഗം ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ത്യാഗത്തിന്റെ ഫലമാണ് നമുക്ക് ദൈവം തരുന്നത്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ജെൻസിനോട്, ലേഡീസിന് പരിമിതികളുണ്ട്, നിങ്ങളല്ലേ ഇന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഭാര്യയോട് പറ ടാറ്റ ബൈ ബൈ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം എന്ന് പറയും ഇല്ലേ. ചൈനയും എന്താ പറയുക, ഇന്ത്യയും പാകിസ്ഥാനായിട്ട് പല ഭാര്യമാരും ഭർത്താക്കന്മാരും വീട്ടിൽ കഴിയുന്നുണ്ട്. മനുഷ്യ എന്നും പറഞ്ഞു അല്ലേ, അവരോട് പറയാ സ്നേഹത്തോട് വിളിച്ചു പറയാം, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം എടുത്തിട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഈ 4500 പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കാൻ നോക്കിയ സുഹൃത്തുക്കളെ, ആർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ്. കുട്ടികൾക്ക് മുതൽ ആബാല വൃദ്ധം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയതാണ് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. പല കമ്പനിയുടെയും പ്രോട്ടീൻ പൗഡറിന്റെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, നമ്മളതിനാണ് ഏറ്റവും വില കുറവ്. അതുകൊണ്ട് ഇത് മാത്രം നിങ്ങൾ ഇറക്കി കൊടുത്താൽ മതി. ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ ആയിട്ട് ഈ 3 പ്രൊഡക്റ്റ് കൊടുക്കാൻ നോക്ക്. 2000 രൂപ ആവറേജ് കിട്ടിയാൽ മാസം 60,000 രൂപയോ. ഇത് ഒറ്റയാൾ പട്ടാളത്തിന്റെ കഥയാ പറയുന്നത് കേട്ടാ. 60,000 രൂപയായോ തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ. ഒറ്റയാൾ പട്ടാളാണ്, അവിടുന്ന് ടീം വരും സുഹൃത്തുക്കളെ. ഇങ്ങനെ നിങ്ങൾ ടീം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാമേന്ദ്രൻ സാർ പറയുന്ന കണക്കെടുത്ത് പറഞ്ഞാൽ 1 മാസം വെറും 2 പേരെ കൊണ്ടുവരാൻ ഈ ഇരിക്കുന്നവർക്ക് പറ്റിയ പണിയല്ല കേട്ടത്. 1 മാസം വെറും 2 പേരെ കൊണ്ടുവന്നാൽ 2, 4, 8, 16, 32, 64 ഈ കണക്ക് പോവുകയാണെങ്കിൽ 1 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് 4000 പേരുണ്ടാവും. ജീനിയസിൽ 4000 ഉണ്ടാവും, വിന്നറിൽ 4000 ഉണ്ടാവും. ഈ പണി നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ ആഴ്ചയിൽ 2 പേരെ കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്നതിൽ അപാരമായ കഴിവുള്ളവരാണ്, എക്സ്പീരിയൻസ് ഉള്ളവരാണ് ആളുകളാണ് ഇതിനകത്ത് ഇരിക്കുന്നവർ. അല്ലാത്തവരൊന്നും ഇതിനകത്ത് വരാറില്ല അല്ലെ. ആഴ്ചയിൽ 2 എണ്ണം കൊടുക്കും നിങ്ങൾ. ആഴ്ചയിൽ 2 എണ്ണം കൊടുക്ക്. ഇപ്പൊ ലേഡീസിനെ സംബന്ധിച്ചാൽ ആഴ്ചയിൽ 2 എണ്ണം കൊടുത്താൽ ഇല്ലേ, ആഴ്ചയിൽ 2 പേരെ കൊണ്ടുവന്നാൽ 2000 രൂപ ആഴ്ചയിൽ കിട്ടൂലേ. മാസം 8000 രൂപ കിട്ടുവോ? തൽക്കാലം അവിടെ നിൽക്കട്ടെ അല്ലെ. 4 എണ്ണം കൊടുക്കാൻ പറ്റുമെങ്കിൽ 4 എണ്ണം കൊടുക്ക്. ആഴ്ചക്ക് 4 എണ്ണം കൊടുക്കുമ്പോൾ 2 പേർ ആഴ്ചയിൽ 4000 ആകുമ്പോൾ മാസം 16,000 രൂപ ആയില്ലേ. ഇങ്ങനെ നിങ്ങൾ ഡിസൈൻ ചെയ്തെടുത്താൽ പോലും ഞാൻ പറയുന്നു 1 വർഷം കഴിയുമ്പോൾ ഡയറക്ട് സെല്ലിങ്ങിലെ വിജയം എന്ന് പറയുന്നത് മിനിമം 5 വർഷമാണ്. 10 മാസം കൊണ്ട് മനോജ് കോടി അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5 വർഷം ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. 5 വർഷം സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് എത്താൻ വേണ്ടി സാധിക്കും. കാരണം നമ്മുടെ റീപർച്ചേസ് വരികയാണ്, ഓരോരോ പ്രൊഡക്ട്സ് അതിനകത്തേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ടീമിനെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. 4000 പേരുടെ ടീമിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റീപർച്ചേസിൽ നിരവധി ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. ഓരോരുത്തരും ഓരോ PVയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ഇല്ലേ. ഇപ്പൊ നെയ്യ് വീട്ടിലേക്ക് വേണം. അൾട്രാബറി ജ്യൂസ് കുടിച്ചിട്ട് ഇപ്പൊ എന്നോട് ഒരു സ്ത്രീ പറയാം, സാറേ അതിപ്പോ കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല സാറേ, കുറച്ച് ദിവസമായി കിട്ടിയിട്ട്, എപ്പോ വരും സാറേ എന്ന് വെച്ചിട്ട് ഇന്നലെ 2-3 പേര് എന്നെ വിളിച്ചു. അതൊരു ശീലമായി. ഇപ്പൊ വീട്ടിൽ ചായയും കാപ്പിയും ഒന്നും ഇല്ലാന്നാ പറഞ്ഞു. പാലും വാങ്ങണ്ട സാറേ, പഞ്ചസാര വാങ്ങുന്നില്ല, ഒന്നും വാങ്ങുന്നില്ല. അതിനേക്കാൾ ലാഭം ഇതല്ലേ സാറേ, ആരോഗ്യത്തിന് നല്ലതല്ലേ സാറേ. ഇത് കുടിച്ചിട്ട് എന്ത് ഉന്മേഷ, ഭയങ്കര ക്ഷീണമായിരുന്നു. എന്നിട്ട് ഡോക്ടേഴ്സ് എടുത്ത് പോയിട്ട് അവര് ടോണിക്കൊക്കെ തന്നു. അത് കഴിച്ചിട്ട് ഒന്നും ക്ഷീണം മാറിയില്ല. അപ്പൊ സാറ് പറഞ്ഞിട്ട് അൾട്രാവറി ജ്യൂസ് കുടിച്ചപ്പോ എന്ത് പയറുമണി പോലെ ഓടി നടക്കുകയാണെന്ന് അവര്. അപ്പൊ അൾട്രാവറി ജ്യൂസ് വേണം, മോർ പവർ എല്ലായിടത്തും വീട്ടിൽ വേണം, നെയ്യ് വേണം, സീബക്ട്രോൺ എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകൾക്കും കഴിക്കാം ഇല്ലേ. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഇനിയും വരികയാണല്ലോ പ്രൊഡക്ട്സുകൾ. അപ്പൊ ഒരു PVയുടെ ഉൽപ്പന്നം ഒരാൾ വാങ്ങുകയാണെങ്കിൽ 4000 പേരുടെ ടീം നമുക്കുണ്ടെങ്കിൽ എത്രയായി? 4-24 അല്ലെ. നിങ്ങൾ നോക്കിയാൽ മതി. ഏകദേശം 10-27 ലക്ഷം രൂപയോളം ഓരോ മാസം കിട്ടും റീപർച്ചേസിലൂടെ. ഇത് ഒരു സുപ്രഭാതത്തിൽ കിട്ടുന്ന സംഭവമല്ല. ഒരു കർഷകന്റെ മനസ്സ് വേണം നമുക്ക്. ആ രീതിയിൽ മെല്ലെ മെല്ലെ ഇതിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റബ്ബർ വെച്ച പിറ്റേ ദിവസം വെട്ടാൻ പറ്റുമോ സാറേ? ഇല്ലല്ലേ. വെട്ടി നോക്കിയിട്ട് പാല് വരുന്നുണ്ടോ നോക്കാൻ പറ്റുമോ? ഇല്ല. അതിന് സമയമെടുക്കും. ആ ഒരു സമയം പോലെ നമ്മൾ ഇതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇനി 4000 പേര് വേണ്ട നിങ്ങൾക്ക്. നിങ്ങൾ ഒരു 400 പേരുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്യും 1 വർഷം കൊണ്ട്. 400 പേര് ചെയ്ത അത്രയും 4-24 ഇല്ലേ. 630 × 400 അടിച്ചു നോക്ക്, എത്ര ഉണ്ടാവും? 2 ലക്ഷത്തി സംതിങ് ഇല്ലേ. 2 ലക്ഷത്തി സംതിങ് രൂപ ഓരോ മാസവും നമുക്ക് റീപർച്ചേസ് വേണം. 100 പേരുടെ ടീം, 100 പേരുടെ ടീം നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ പോലും 1 PV പർച്ചേസ് ചെയ്താൽ ഓരോ മാസവും 63,000 രൂപ ഇൻകം കിട്ടും. 100 പേരുടെ ടീം ഉണ്ടെങ്കിൽ ഓരോ മാസവും കിട്ടും. റീറ്റെയിലിംഗ് വേറെ ചെയ്യാം നമുക്ക്. വേണമെങ്കിൽ 10 അൾട്രാവറി കൊടുത്തു കഴിഞ്ഞാൽ ഇല്ല, ഒരെണ്ണത്തിന് 1400 രൂപ വെച്ചിട്ട് 14,000 രൂപ വേറെ ഉണ്ട്. അത് പോക്കറ്റിൽ വേറെ ഇരിക്കും. മനസ്സിലായ? അപ്പോ ഈ രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ നോക്കിയാലും
പരമാവധി ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ബയോടോറിയം. നിർത്താൻ പോവാണ്. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അന്നും കളിയാക്കിയിരുന്ന ആളുകൾ ഇതിപ്പൊ തീരാൻ പോവാണ്, ഇതിപ്പൊ തീരും എന്ന് പറഞ്ഞിട്ട് അന്ന് കളിയാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് ഇത് കണ്ടിട്ട് എന്റെ കൂടെ അടുത്ത സുഹൃത്തുക്കൾ പോലും വന്നില്ല. അവരുടെ കണ്ണെന്ന് ഇപ്പൊ എന്നെ കാണുമ്പോ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. തങ്ങളുടെ കണ്ണീരാണ്ട, സന്തോഷ കണ്ണീരൊന്നും അല്ല. ഒരാൾ രക്ഷപ്പെടുന്ന ആർക്കും ഇഷ്ടമല്ലല്ലോ, അല്ലെ? സ്വന്തം സഹോദരന് പോലും ഇഷ്ടമുണ്ടാവില്ല രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പൊ അന്ന് കയറിയാൽ മതിയായിരുന്നു എന്നാ ഇപ്പൊ പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇന്ന് കയറിയാലും രക്ഷപ്പെടും. ഞാൻ അവരോടൊന്നും കയറാൻ പറയുന്നില്ല കേട്ടോ ഇപ്പൊ. അപ്പൊ ഇന്ന് കയറിയാലും രക്ഷപ്പെടും. അപ്പോ ആ ഒരു സ്ഥിതിയാണ്. ഒന്നും റീപർച്ചേസ് ഇല്ല, പ്രൊഡക്റ്റ് ഇല്ല. ഇപ്പൊ എന്തെല്ലാം പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന ഏറ്റവും ക്ലാസ് പ്രൊഡക്റ്റ് ആണ് ബയോടോറിയം ഇവിടെ കൊടുക്കുന്നത്. ക്ലാസ് പ്രൊഡക്റ്റ് ആണ് ബയോടോറിയം കൊടുക്കുന്നത്. മോർ പവർ വന്നപ്പോ ആളുകൾ പറഞ്ഞു 10 ഇത് ആരും മേടിക്കാനാണ് സാറേ. ഇന്ന് മോർ പവറിന് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് ആളുകൾ, അല്ലെ? ആരുടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എല്ലാം ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്, പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ബയോടോറിയം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വന്ന സീബക്രോൺ 300 രൂപ ഒരു ലിറ്റർ കൊടുക്കുന്നുണ്ടെന്ന്. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ 300 രൂപ. അയാൾ പറഞ്ഞു, സാറ് പറഞ്ഞു 90 രൂപ വേണമെങ്കിൽ തരാം. എന്നോടൊന്നും ചോദിക്കരുത്, വെള്ളം കലക്കിയ മഞ്ഞ നിറം ഉണ്ടാവും, വേറെ ഒന്നും ഒരു ഗുണം ഉണ്ടാവില്ല കേട്ടോ അതിനെന്ന് പറഞ്ഞു. അവിടെയാണ് സുഹൃത്തുക്കളെ അടിപൊളി പ്രൊഡക്റ്റ്, അല്ലെ? 3200 രൂപ നമുക്ക് 1 ലിറ്റർ റീപർച്ചേസിലൂടെ കിട്ടും. നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്ക്, അടിപൊളി സൂപ്പർ സാധന. അതൊക്കെ കഴിച്ചു കഴിയുമ്പോണ്ടല്ലോ ആന്റി ഏജിങ് പ്രോസസ് ബോഡിയിൽ നടക്കും. അതാണ് ഇതിന്റെ എല്ലാം പ്രത്യേകത. ഏറ്റവും കൂടുതൽ ആരോഗ്യം, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരമാണ്. നിങ്ങളുടെ സമ്പാദ്യത്തിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നറിയോ? ഈ മനുഷ്യ ശരീരമാണ്. അല്ലാണ്ട് നിങ്ങളുടെ മെഴ്സിഡസ് ബെൻസ് കാറോ അല്ലെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റ് വീടോ ഒന്നുമല്ല നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയും. ഈ മനുഷ്യ ശരീരം, നിങ്ങളുടെ ശരീരമാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ സമ്പാദ്യം. അതിനൊരു തളർച്ച അനുഭവപ്പെട്ടാൽ എല്ലാം തീർന്നു പോകും, ഇല്ലേ? അതിനെ സംരക്ഷിക്കുന്ന വെൽനസ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുന്നതോടൊപ്പം, നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതോടൊപ്പം വലിയൊരു അച്ചീവ്മെന്റ്സിലേക്ക് സമൂഹത്തെ നമുക്ക് പിടിച്ചുയർത്തി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു, ഉയർത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ബയോടോറിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ബയോടോറിയം എന്നുള്ള കമ്പനിയെ വെല്ലുവിളിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റും ഒരു ഇൻകം പ്ലാനും ഇന്ന് മാർക്കറ്റിൽ നിലവിലില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നല്ല ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് സാഗർ ജോഷി സാർ നമ്മുടെ മുമ്പിൽ വരച്ച ഒരു ചിത്രമുണ്ട്, ഇല്ലേ? 162 കോടി രൂപ ഒരു വർഷം ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന, ഒരു വർഷം 1 കോടി രൂപ ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ചിത്രം എന്റെ മുന്നിൽ വരച്ചു കാണിച്ചപ്പോ ഞാൻ ആവേശത്തോടു കൂടി ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് അതിന്റെ പിറകെ ആ സ്വപ്നം നേടിയെടുക്കുന്നതിന് വേണ്ടി ആവേശത്തോടെ പണിയെടുത്തപ്പോ 10 മാസം കൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ 162 കോടിയുടെ ഒരു സ്വപ്നം ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, അതിന്റെ പ്രൊഡക്റ്റുകളെല്ലാം വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ആ സ്വപ്നവും ആ ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ തന്നെയാണ് ഞാൻ. ഒരു സംശയവും വേണ്ട. വേറെ അധികം ആളൊന്നും വേണ്ട, ഒരു 4000 പേര് ടീം ഉണ്ടായാൽ മതിയെന്ന്. മനസ്സിലായി? ഒരു 4000 പേര് ടീം പറഞ്ഞാൽ നിങ്ങൾ ആ നിയോജക മണ്ഡലം മാത്രം മതി സാറേ, ആ ജേക്കബ് സാറേ, ആ തളിപ്പറമ്പ് നിയോജക മണ്ഡലം മാത്രം മതി, നിങ്ങൾ വേറെ എവിടെയും പോണ്ട. മനസ്സിലായ? അതെന്നെ ആവശ്യമില്ല. മനസ്സിലായ? ഞാൻ ഒരു പഞ്ചായത്ത് ഉണ്ടായാൽ മതി, അവിടെ ഫോക്കസ് ചെയ്യും. നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട. വീടാന്തരം കയറിയിട്ട് നല്ലൊരു അവയർനെസ് കൊടുക്കും. ഒറ്റയ്ക്ക് പോകല്ലേ, നമ്മളൊരു ടീമായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വടകര നടന്ന മനീഷ് സാർ നടത്തിയ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമ്മൾ പാഠം പഠിച്ചതാണ്. ഒറ്റയ്ക്ക് പോകാതെ ഒരു ടീമായിട്ട് പോകുക എന്നുള്ളതാണ്. അവിടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഫീൽഡിലേക്ക് ഇറക്കിയപ്പോ ടീമായിട്ട് ചെന്നപ്പോ, ഇല്ലേ, കോഴിക്കോട് ചെന്നപ്പോ ബബിത മേഡം അവിടെ പോയി കച്ചവടം ചെയ്തിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. വടകരയിൽ ഒരു പരിചയമില്ല, ഇങ്ങനെ ഇറക്കി വിട്ട അവർ 3 ആൾ കൂടി ഒരു വീട്ടിൽ പോയിട്ട് 50 രൂപയുടെ പ്രൊഡക്റ്റ് പഠിച്ചിരിക്കുന്നത്. ബബിത മേഡത്തിന് ബിഗ് കൺഗ്രാജുലേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ശോഭന അന്തർജനം മേഡം പോയിട്ട് 500 രൂപയുടെ അഡ്വാൻസ് മേടിച്ചു വന്നിരിക്കുന്നു. ഒരു പരിചയമില്ലാത്ത വീടുകളിൽ പോയിട്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നതിന് ഒരു ഗ്രൂപ്പായിട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങളുടെ ടീം ആകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബോട്ടം ലെവലായി എൻട്രി വെച്ചു കൊടുക്കാലോ. ഒറ്റയ്ക്ക് പോകുന്നതിന് 2-3 ആളുകളെ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുപോകൂ. മനസ്സിലായ? ഈ രീതിയിലേക്ക് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം പോക്കറ്റ് BOP പ്ലാൻ ചെയ്തിട്ടുണ്ട്. വെൽനസ് സെന്ററുകൾ കോട്ടയത്ത് മിനി മേഡത്തിന്റെ ഒക്കെ ടീമിൽ 5-6 മിനി വെൽനസ് സെന്ററുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ കുരിനാട് പോയിരുന്നു. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, ആ വെൽനസ് സെന്ററിലേക്ക് മീറ്റിംഗ് വിളിക്കും. രാവിലെ എല്ലാവരോടും ഒരു 10 മണി മുതൽ ഒരു 12-12:30 വരെ ഡിസ്കസ് ചെയ്യും. കാര്യങ്ങളൊക്കെ ഒന്ന് പുതിയ കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഉച്ചക്ക് ഊണ് കഴിഞ്ഞു. ഊണ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഊണ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവിടെയുള്ള ഗ്രാമത്തിലേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാം. ഞാൻ പറഞ്ഞു ഞാനും വരാം, അടുത്ത പ്രാവശ്യം പോയാൽ ഞാനും പോവാണ് അവരുടെ കൂടെ. മനസ്സിലായ? ഇപ്പൊ മനോജ് 1-to-1 പോകാൻ പാടില്ല. ചില ആള് പറയും എന്ത് 1 അല്ലേ? ഗ്രാസ് റൂട്ടിൽ പണിയെടുക്കാൻ തയ്യാറാവണം സാറേ, പോകാൻ പാടില്ല എന്ന് പറയുന്നവൻ അവന് പറ്റൂല ഇതിന് പോകാൻ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് താല്പര്യമാണെന്ന്, ഞാൻ ഇവിടെ പോകാനും തയ്യാറാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ വന്ന ആളുകളെല്ലാം ചെയ്തിന് അവിടെ പ്രോഗ്രാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകാതെ അടുത്ത പ്രദേശത്തുള്ള ആ വീടുകളിലേക്ക് നമ്മൾ ഗ്രൂപ്പായിട്ട് പോവാം.
10 പേരുണ്ടെങ്കിൽ ഒരു 3 ഗ്രൂപ്പ്, 15 പേരുണ്ടെങ്കിൽ ഒരു 5 ഗ്രൂപ്പ് ആക്കുക, 3 പേര്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് 5 മണിയാകുമ്പോൾ വീണ്ടും ഈ സെന്ററിലേക്ക് തന്നെ വരണം. എന്താ നിങ്ങളുടെ പോയിട്ട് കാര്യം നടന്നത് അല്ലെ? ആരെങ്കിലും പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടോ, നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ, ആരെങ്കിലും സെയിൽ കിട്ടിയിട്ടുണ്ടോ, ആരെങ്കിലും അഡ്വാൻസ് ഉറപ്പിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അവിടുന്ന് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവരോട് പറയാം അടുത്ത ഇതേ ദിവസം നമുക്ക് വീണ്ടും നമ്മളിത് ഈ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. വീണ്ടും അതേ ആഴ്ച നമുക്കൊരു നോട്ടീസ് പോലെ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, അവരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യാം, നമ്മുടെ ഫോൺ നമ്പർ അവർക്ക് കൊടുക്കാം, വീണ്ടും ആ സെന്ററിൽ വന്നിരിക്കുക. ഇത് ആലുവയിലും നടത്താം, ഇടത്തല പഞ്ചായത്തിലും നടത്താം കേട്ടാ, ഇത് എവിടെയും നടത്താം. ഇതിനു വേണ്ടി ഓടി നടക്കണ്ട. ഈ രീതിയിലേക്ക് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക്, ബോട്ടം ലെവലിലേക്ക് നമുക്ക് ഇറങ്ങാൻ നിങ്ങൾ തയ്യാറായി നോക്കിക്കോളൂ. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും സുഹൃത്തുക്കളെ. അതുകൊണ്ട് ബയോട്ടോറിയത്തിലെ ഇൻകം പ്ലാൻ ഹ്യൂജ് ആണ്. 162 കോടി വെറുതെ അല്ല. അടുത്തതാണ് ഇനി തകർപ്പൻ വരാൻ വേണ്ടി പോകുന്നത്. പിക്ചർ അബീബി ബാക്കി ഹേ അല്ലേ, നാടകം തുടങ്ങാൻ വേണ്ടി പോകുന്നവൾ ഇപ്പൊ കഴിഞ്ഞ എല്ലാ റിഹേഴ്സലാണ്. ഇതുവരെ ഇതിന്റെ രംഗത്തേക്ക് വന്നിട്ടില്ല, റിഹേഴ്സലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിക്ചർ അബീബി ബാക്കി ഹേ തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. നമ്മുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, ഡയറക്ട് സെല്ലിംഗ്, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ കിട്ടിക്കിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഇ കൊമേഴ്സ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. A to Z ഉൽപ്പന്നങ്ങൾ നമ്മുടെ ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്കെല്ലാം തന്നെ ശരിയായ ഒരു ഫിനാൻഷ്യൽ പിടുത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അവർ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങളെ വാങ്ങണ്ട. നിങ്ങൾ പല്ല് തേക്കുന്ന കോൾഗേറ്റ് ആണെങ്കിൽ അത് വാങ്ങിച്ചോളൂ. നിങ്ങൾ എന്താ വാങ്ങിക്കുന്ന ആട്ട, ആശീർവാദ ആട്ടയാണെങ്കിൽ അത് വാങ്ങിച്ചോളൂ. മനസ്സിലായ? നിങ്ങൾ മലബാർ ഗോൾഡിലാണ് സ്വർണം മേടിക്കുന്നത്, അവിടെ തന്നെ പോയി വാങ്ങിച്ചോളൂ. നിങ്ങള് ബ്രാൻഡഡ് ഷൂ ആണ് അത് തന്നെ വാങ്ങിച്ചോളൂ. ഏതാ വാങ്ങിക്കുന്നത് വെച്ചാൽ അതെല്ലാം വാങ്ങിച്ചോളൂ. നിങ്ങളുടെ ഓരോ പർച്ചേസും ഇല്ലേ, സബ്കാ ഖർച്ച ഹമാര ഇൻകം ഹേ, സബ്കാ ഖർച്ച ഹമാര ഇൻകം ഹേ. മറ്റുള്ളവരുടെ ചെലവ് നമ്മുടെ വരുമാനമാക്കി മാറ്റുക. അതാണ് മറ്റുള്ളവരുടെ ചെലവിനെ നമുക്ക് വരുമാനമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അത്ഭുതം സൃഷ്ടിയുള്ള ഒരു പ്ലാനാണ് അടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണം. ഒരു സംശയം വേണ്ട, അത് ഉടനെ വരാൻ വേണ്ടി പോവാ. തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. 10,000 രൂപയുടെ ഒരു പർച്ചേസ്, ഗ്രോസറി പർച്ചേസ് ചെയ്താൽ മതി. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അരിയും മുളകും മല്ലിയും എണ്ണയും ഒക്കെ പർച്ചേസ് ചെയ്യുക. ഗ്രോസറി ഇല്ലേ, നമ്മുടെ റിലയൻസിന്റെ ജിയോന്റെ സ്മാർട്ട് ബസാർ എന്ന് ചില സ്ഥലത്ത് എഴുതിയിട്ട് സ്മാർട്ട് പോയിന്റ് ചുവന്ന അക്ഷരത്തിൽ എഴുതി കാണുന്ന ആ സംഭവമായിട്ട് ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കണ്ടേ, ആ സാധനം വേണ്ടേ ഇല്ലേ? അവിടെ പോയി നിങ്ങൾ ഒരു 10,000 രൂപയുടെ പർച്ചേസ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ അവിടെ ഫോം ചെയ്യാണ്. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് 1,00,000 രൂപയുടെ സ്വർണം വാങ്ങിയാൽ നിങ്ങൾക്ക് 10 ഐഡിയ അവിടെ ഫോം ചെയ്യും. ഓരോ 10,000-നും ഓരോ ഐഡി. സലീം കാ സ്വർണ്ണമൊക്കെ വ്യാപാരം തയ്യാറാക്കി വെച്ച മോനോട് പൈസ അയച്ചു തരാൻ പറഞ്ഞു. റെഡിയല്ലേ? ഓരോ 10,000-നും ഓരോ ഐഡികൾ നമ്മുടെ പ്ലേസ് ആയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ലെവൽ പ്ലാനിലൂടെയാണ് വരുന്നത്. ആരെവിടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാലും, ഞാൻ ഒരു 10,000-ന്റെ വാങ്ങിച്ചു, എനിക്കൊരു ഐഡിയ വന്നു, അതിനുശേഷം ഞാൻ എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ആരാണോ 10,000-ന്റെ ഫസ്റ്റ് പർച്ചേസ് നടക്കുന്നത് അവരാണ് എന്റെ ബോട്ടമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഒരു 5,00,000 രൂപയുടെ സ്വർണം മേടിച്ചു, അപ്പൊ എനിക്ക് 50 ഐഡിയ ഉണ്ടാവും. അതെവിടെ വരിക? അത് ഇതിന്റെ ബോട്ടമിലാണ് വരിക. മനസ്സിലായ? അപ്പൊ എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന 50 ഐഡിയ അങ്ങോട്ട് പ്ലേസ് ആവും. മനസ്സിലായില്ലേ? അത് കണക്ക് അപ്പ് ലൈൻ ഡൗൺ ലൈനുമായി മാറുന്ന ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. ഓരോ ഐഡിയിലും 1 കോടി രൂപ വരെ കിട്ടുമ്പോൾ അത് വാനിഷ് ആവും. 1 കോടി ഒന്നിച്ചല്ല, ഓരോ സെയിൽ എത്ര സെയിൽ നടക്കുന്നുണ്ടോ നമ്മളെ ബോട്ടമിൽ അതിനനുസരിച്ചുള്ള എമൗണ്ട് 48 അവേഴ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. എന്റെ ഇൻകം ചാർട്ട് വരുന്നേ ഉള്ളൂ. എന്തായാലും 9 ലെവലേ ഉള്ളൂ. വേണമെങ്കിൽ ജേക്കബ് സാറേ 9 മാസം കൊണ്ട് 1 കോടി അടിക്കാൻ പറ്റുന്ന പ്ലാനാണ്. 9 മാസം കൊണ്ട് 1 കോടി അടിക്കാൻ പറ്റുന്ന പ്ലാനാണ്. അത് അടിച്ചിരിക്കും, ഒരു സംശയം വേണ്ട, വരട്ടെ. മനസ്സിലായ? 10 മാസം കൊണ്ട് റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് 9 മാസം കൊണ്ട് 1 CR അടിക്കാൻ പറ്റും. എല്ലാവരും തയ്യാറായി നിൽക്കുക, അത് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. ആ രീതിയിലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വേൾഡ് വൈഡ് ആയിട്ട് ആമസോണും ഫ്ലിപ്കാർട്ടും അതുപോലുള്ള ബ്രാൻഡഡ് കമ്പനികളൊക്കെ ലോകം മുഴുവനുണ്ട് ഇല്ലേ? എവിടെയും നിങ്ങളുടെ മക്കൾ ഇതാകും, ജേക്കബ് സാറിന്റെ ഒക്കെ മക്കളൊക്കെ വിദേശം, അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അവരുടെ പർച്ചേസ് എല്ലാം തന്നെ ഈ ലിങ്ക് വഴിയാക്കാൻ വേണ്ടി പറയുക. അതിലൂടെ ഒരു ഹ്യൂജ് ഇൻകം കസ്റ്റമർക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നു. അതോടൊപ്പം ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു സംവിധാനം ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിംഗിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഇത്രയും കാലം ഇ കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂവെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന കമ്പനിയാണ് ബയോട്ടോറിയം. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടുകൂടി നെഞ്ചിലേറ്റാൻ വേണ്ടി സാധിക്കുന്ന സ്ട്രോങ് പ്ലാറ്റ്ഫോമാണ് ബയോട്ടോറിയം എന്നുള്ള ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം. കോൺഫിഡൻസ് ആണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല കേട്ടാ, നമുക്ക് പണിയെടുത്താലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരാൾ പറഞ്ഞു ഞങ്ങളുടെ ടീം ഇല്ലേ 100 സീറ്റിലധികം വിജയിക്കുന്നു പറഞ്ഞു. 100 സീറ്റിൽ ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നു പറഞ്ഞു അദ്ദേഹം. എന്താ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണത്. അല്ലേ?
അപ്പോൾ ആ ടീമിലുള്ള പലരും പറഞ്ഞു അതൊന്നും നടക്കാനൊന്നും പോകുന്നൊന്നുമില്ല. 80 സീറ്റ് കിട്ടിയ ഭാഗ്യം ഇല്ലേ, 80 സീറ്റ് കിട്ടിയ 75 കിട്ടുമെന്ന് പല ലീഡേഴ്സും പറഞ്ഞു. അതേ ടീമിലുള്ള ലീഡേഴ്സ് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ് സുഹൃത്തുക്കളെ 100-ലധികം നേടുന്നത്. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എനിക്ക് 162 കോടി നേടാൻ സാധിക്കുന്നു. ഈ 9 മാസം ഈ കൊമേഴ്സ് വന്നാൽ 9 മാസം കൊണ്ട് 1 കോടി ഞാൻ നേടും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ആ കോൺഫിഡൻസ് ആണ് ഇന്ന് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ഇല്ലേ. ഇന്ന് നമ്മുടെ കേരള മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമില്ല കേട്ടോ അവിടെ, ഏത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് എന്ന തുടർച്ചയാണ് അല്ലെ. ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾ ഉള്ളിൽ നിന്ന് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒന്നും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തയ്യാറായി നിൽക്കുക. ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 9 മാസം കൊണ്ട് 1 year അടിക്കുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നിങ്ങളുടെ ടീമിലേക്ക് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഒരു സംശയവും വേണ്ട. ഇന്ന് ഏറ്റവും ഫ്യൂച്ചറുള്ള ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയെ അല്ലാതെ വേറെ ഒരു ഇൻഡസ്ട്രിയിലൂടെയും വേറൊരു ബിസിനസ്സിലൂടെയും സാധാരണക്കാരൻ അസാധാരണക്കായി മാറാൻ വേണ്ടി സാധിക്കില്ല എന്ന് പ്രൂവ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയാണ്. യഥാർത്ഥ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ നമ്പർ 1 കമ്പനിയാണ് ഈ കമ്പനിയുടെ ഓരോ പ്ലാനുകളും വരുമ്പോഴും നമുക്കറിയാൻ വേണ്ടി സാധിക്കും അതെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയുള്ളത്. അതുകൊണ്ട് ഒരു പാസീവ് ഇൻകം നമ്മുടെ കാലശേഷവും നമ്മുടെ നോമിനിക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലാണുള്ളത്. ഒരുമിച്ച് നിൽക്കുക. നിങ്ങളോട് ഉറപ്പ് പറയുന്നു, അന്നും ഇന്നും എന്നും ഞാൻ ബയോടൂറിയത്തിൽ ഉണ്ടാകുന്ന ഉറപ്പ് നിങ്ങൾക്ക് തരാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. മങ്കി സിൻഡ്രോം ബാധിച്ച ഒരു സാധാരണക്കാരനല്ല ഞാൻ അടിയുറച്ച് എന്റെ കൂടെ വന്ന ആളുകളെ മനസ്സിലായ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ വിജയത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് ഇന്നും അന്നും ഇന്നും എപ്പോഴും ബയോടൂറിയത്തിന്റെ കൂടെ ഉണ്ടാകുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാനും വിജയിക്കാനും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇത്രയും നേരം ശ്രമിച്ചതിന് വ്യക്തിപരമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈ ബയോടൂറിയം.